بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له. نشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد وعلى آل وصحاب وأتباع سيدنا ومولانا محمد. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائفا وجلو. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن ماني من شر الحياة ومن شر الممات ومن إحراق جثماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. رسالة مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. ബഹുമാനമുള്ള
ഉസ്താദുമാരെ, കാരണവന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനും ഈ നാട്ടിൽ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വലിയ മഹാന്റെ അനുസ്മരണം പുതുക്കുകയും അതുവഴി നമ്മുടെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ച് അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഉറൂസ് മുബാറക്കിലാണ് നമ്മളുള്ളത്. അർഹമുർ-റഹീമായ റബ്ബ് ഔലിയാക്കളെ മഹബത്ത് വെക്കാനും അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സദസ്സിലെ പരിസരത്ത് നിൽക്കുന്ന ആളുകൾ ഒന്നുകിൽ സദസ്സിലിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സദസ്സിൽ ദൂരെ പോവുക. അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. അല്ലാഹുവിൻ്റെ ദീന് നല്ല ബഹുമാനം വേണം. ഇൽമിന്റെ മജ്ലിസിന് വലിയ ബഹുമാനം വേണം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം മുസ്ലിമിന്റെ ഒരു ദിവസം എങ്ങനെ വിനിയോഗിക്കണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തിൽ രണ്ട് വിഭാഗത്തിനെ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കാൻ വേണ്ടി പടച്ചതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒന്ന് ജിന്ന് വർഗമാണ്, മറ്റൊന്ന് മനുഷ്യരാണ്. മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു ഭൂമി ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിനെ ഓർത്ത് അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് അല്ലാഹുവിനെ ഭയപ്പെട്ട് അവന്റെ പാരത്രിക ലോകം സന്തോഷമാക്കി മരിച്ചു പോകാനാണ്. ഇതിനു വേണ്ടിയാണ് ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ 1,24,000 അല്ലെങ്കിൽ 2,24,000 അമ്പിയാക്കന്മാരെ, പ്രവാചകന്മാരെ അല്ലാഹു ഭൂമി ലോകത്ത് അയച്ചിട്ടുള്ളത്. മനുഷ്യർ അവർ സ്വന്തം ചിന്തിച്ചാൽ പൂർണ്ണമായ നന്മയിലേക്ക് എത്താൻ കഴിയില്ല. മനുഷ്യർ അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് സ്വയം ചിന്തിച്ച് എത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ അമ്പിയാക്കന്മാരെ അയച്ചിട്ടുള്ളത്. ഈ ബേക്കിലേക്ക് മുന്നിൽ വന്നിരുന്നു. നിങ്ങളെന്തോ വരുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, വേഗം പോകാൻ പറഞ്ഞ പോലെ. നിങ്ങൾ കുറച്ച് എണീച്ചിട്ട് മുന്നിലേക്ക് വന്നു. ബേക്കിലുള്ള ഇവിടെയും കസേല കുറച്ച് ഇങ്ങോട്ട് പോരി. നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞാൽ തിരിയൂല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ നടക്കൂലല്ലോ. കുറച്ച് മുന്നോട്ടിരുന്നു, ഇങ്ങോട്ട് വന്നോ. മരത്തിന്റെ മഞ്ഞ് വീന്ന് പിടിച്ചിട്ടാ. പുറത്ത് നിൽക്കുന്നവരും ഇങ്ങോട്ട് കയറിയിരുന്നാൽ മതി. ഇങ്ങോട്ട് കസേരന്റെ മുകളിൽ ഇരുന്നാല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് മനുഷ്യന് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ അമ്പിയാക്കന്മാരെ അയച്ചു. ആ അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ അവസാനത്തെ ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവസാനത്തെ ആള് എന്ന് പറഞ്ഞാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഇനിയൊരു പ്രവാചകന് ആവശ്യമില്ലാത്ത രൂപത്തിൽ ഹിദായത്തിന്റെ വെളിച്ചം ലോകത്ത് ജനങ്ങൾക്ക് കാണിച്ചു തന്ന് ഈ രൂപത്തിൽ നിങ്ങൾ ജീവിച്ചോളൂ എന്ന് പഠിപ്പിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ രക്ഷപ്പെടുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ പ്രവാചകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയമിച്ചിട്ടുള്ളത്. നമുക്ക് ഭൂമി ലോകത്ത് ജീവിക്കാൻ ഇനി ഒരാളെയും ആവശ്യമില്ല. എല്ലാം അല്ലാഹുവിന്റെ റസൂലിൽ ഉണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് രക്ഷപ്പെടാൻ, വിജയിക്കാൻ ഭൂമി ലോകത്ത് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനുണ്ടോ അവർക്ക് എല്ലാ വിഷയത്തിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഭൂമി ലോകത്ത് ആ വിഷയത്തിലെല്ലാം പിൻപറ്റാൻ പറ്റിയ രൂപത്തിൽ ഒരു പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഒന്നുകൂടെ സലാത്ത് ചൊല്ലിക്കോളൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയമിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ ഇസ്ലാമിനെ പൂർത്തിയാക്കി തന്നിട്ടാണ് പ്രവാചകന്മാരുടെ ആഗമനത്തെ അല്ലാഹു നിർത്തിവെച്ചിട്ടുള്ളത്. ഇനി ഒരു പ്രവാചകൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏത് വിഷയങ്ങൾ പരിശോധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിയാൽ മതി. എല്ലാറ്റിലും നമ്മൾ രക്ഷപ്പെടും. എല്ലാ വിഷയത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയും. ഒരു സംശയവും ഇല്ല എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഞാൻ 2 കാര്യങ്ങൾ തരാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയാൽ 2 കാര്യം ഞാൻ നിങ്ങൾക്ക് നൽകും. ഒന്ന്, മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹമാണ്. ലോകത്ത് ഒരു മനുഷ്യന് വേണ്ടത് അല്ലാഹുവിന്റെ സ്നേഹമാണ്. നമ്മളെ ഭാര്യ നമ്മളെ വലിച്ചെറിഞ്ഞാൽ അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാൻ ഇല്ല. നമുക്ക് എല്ലാ സമ്പത്തുകളും നശിച്ചു പോയി, എന്നാൽ അല്ലാഹു നമ്മുടെ കൂടെയുണ്ടോ നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല. ലോകത്തുള്ള എല്ലാ ജനങ്ങളും നമുക്ക് എതിരാ, അല്ലാഹു നമ്മളെ കൂടെയുണ്ടോ നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല. ലോകത്തുള്ള എല്ലാ ജനങ്ങളും നമ്മളെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്നു, അല്ലാഹു നമ്മളെ കൂടെയുണ്ടോ പേടിക്കേണ്ടതില്ല. അപ്പൊ അല്ലാഹുവിന്റെ മഹബ്ബത്ത്, അല്ലാഹുവിന്റെ സ്നേഹം, അല്ലാഹുവിന്റെ അംഗീകാരം, അല്ലാഹുവിന്റെ പൊരുത്തം അത് നമുക്ക് ലഭിക്കണം. ഇന്ന് വഅദ് പറയാൻ പോകുന്ന വിഷയം അതാണ്. എങ്ങനെയാണ് അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കുക? അല്ലാഹുവിന്റെ പൊരുത്തം എങ്ങനെയാണ് വാങ്ങുക? വാങ്ങാൻ നമ്മൾ സന്നദ്ധരാണോ? തരാൻ അല്ലാഹു റെഡിയാണ്. അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങാൻ നമ്മൾ സന്നദ്ധരാണോ? നമ്മൾ അതിന് തയ്യാറാണോ? അല്ലാഹു നമുക്ക് നൽകും. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹുവിനോട് അങ്ങോട്ട് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹുവിനോട് അങ്ങോട്ട് സ്നേഹമുണ്ടോ? അങ്ങോട്ട് സ്നേഹമില്ലാതെ അല്ലാഹു ഇങ്ങോട്ട് സ്നേഹം നൽകില്ല. നമുക്ക് അല്ലാഹുവിനോട് അങ്ങോട്ട് സ്നേഹം വേണം, എന്നാൽ അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് ഇങ്ങോട്ട് ലഭിക്കും. ഫത്തബിഊനി,
നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിന്റെ ലക്ഷണം എന്താണ്? ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് കാണിച്ച എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പിൻപറ്റിയാൽ, അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ അനുകരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മൾ ഇരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മൾ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മൾ കിടന്നുറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, വിസർജനം നടത്തണം, ജനങ്ങളോട് പെരുമാറണം, നമ്മൾ പുഞ്ചിരിക്കണം. നമ്മൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ചെയ്യണം. ഫത്തബിഊനി, അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്, മുത്തുനബിയുടെ പ്രഖ്യാപനമാണ്. നിങ്ങൾക്ക് അല്ലാഹുവിനോട് അങ്ങോട്ട് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹുവിനോട് അങ്ങോട്ട് സ്നേഹമുണ്ടോ? നിങ്ങളെ ഖൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കൊള്ളണം. റസൂലുള്ളാഹിനെ പിൻപറ്റുമെന്ന് തീരുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് രണ്ട് വിഷയങ്ങൾ നമുക്ക് ചെയ്യുമെന്നാണ്. ഒന്ന്, യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നമ്മളെ സ്നേഹിക്കുമെന്നതാണ് ഒന്ന്. അല്ലാഹ് സ്നേഹിച്ചാൽ പിന്നെ ലോകത്ത് ഒന്നും വിഷയമല്ല. ഈ മഖ്ബറയിൽ നിങ്ങൾ കാണുന്നില്ലേ, 100 കൊല്ലമായി ഒരു മഹാൻ ലോകത്തോട് വിട പറഞ്ഞിട്ട്. നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, നമ്മളെ വാപ്പ ഒരുപക്ഷെ കണ്ടിട്ടില്ല, വലിയാപ്പ കണ്ടിട്ടില്ല, അതിന്റെ അപ്പുറത്തെ വാപ്പ പോലും കണ്ടിട്ടില്ല. പക്ഷേ ആ മഹാന്റെ ഹദറത്തിൽ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ വന്ന് സിയാറത്ത് ചെയ്ത് അവിടുത്തെ പൊരുത്തം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു പോകുന്ന എന്താണ് അവിടത്തേക്കുള്ള പവർ? മഹാനവർ നമ്മളെ കയ്യിൽ പൈസ തരുന്നില്ല, മറ്റു വല്ലതും തരുന്നില്ല. തരുന്നില്ലെങ്കിലും നമ്മൾ അവരെ സ്നേഹിക്കുന്നതിന്റെ കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിച്ച മഹാനാണ്. അല്ലാഹുവിനെ അങ്ങോട്ട് സ്നേഹിച്ചപ്പോൾ അല്ലാഹു സ്നേഹം ഇങ്ങോട്ട് കൊടുക്കുകയാണ്. യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് ഇങ്ങോട്ട് സ്നേഹം തരുകയാണ്. ഞാൻ ചോദിക്കട്ടെ എന്റെ മുഅ്മിനീങ്ങളോട്, എന്റെ ശരീരത്തോട്, ഇവിടെ ഒരുമിച്ച് കൂടിയ ഉമ്മമാരോട്, വാപ്പമാരോട്, ഉസ്താദുമാരോട്, മുതഅല്ലിമീങ്ങളോട്, പൊതുജനങ്ങളോട്, നാട്ടുകാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ വന്നത് എന്തിനാണ്? ഇവിടെ വന്നത് മഹാന്റെ പൊരുത്തം കിട്ടാനാണ്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തവും മഹാന്റെ പൊരുത്തവും കിട്ടണമെങ്കിൽ വളരെ ഗൗരവത്തോടെ ചിന്തിച്ചു കൊള്ളണം. വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരണം. ജീവിതത്തിനൊരു മാറ്റം വരുത്തണം. എന്താണ് മാറ്റം? നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, എല്ലാ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരാകണം. നിങ്ങൾക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാൻ, ഒരു റസൂൽ ഇങ്ങനെ ഒരു വര വരച്ചു, നീളത്തിലൊരു വര. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വരയിൽ നിന്ന് അപ്പുറത്തും ഇപ്പുറത്തുമായി കുറെ വരകൾ ഇങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും വരച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖുർആൻ ആയത്ത് ഓതി, ഹാദിഹി വഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ. ജനങ്ങളെ, ഈ നടുവിലുള്ള നേരെയുള്ള വരയില്ലേ, ആ നീളത്തിൽ വരഞ്ഞ വരയാണ് എന്റെ മാർഗം. എന്റെ മാർഗം അതാണ്. ഫത്തബിഊ, നിങ്ങൾ ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊള്ളണം. ഫത്തബിഊ,
നിങ്ങൾ ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊള്ളണം. വലാ തത്തബിഉ സുബുല, രണ്ട് സൈഡിലേക്കും കുറെ വരകളുണ്ട്, നിങ്ങൾ അതിലേക്ക് പോകരുത്. രണ്ട് സൈഡിലേക്കും കുറെ വരകളുണ്ട്, നിങ്ങൾ അതിലേക്ക് പോകരുത്. പോയാൽ ഫതഫറഖ ബികും മിൻ സബീലിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിയച്ചു പോകും. വസ്വാകും ബിഹി, അല്ലാഹ് നിങ്ങളോട് പറയുന്നത് ആ യഥാർത്ഥ മാർഗത്തിലൂടെ സഞ്ചരിക്കാനാണ് അല്ലാഹ് വസിയ്യത്ത് ചെയ്യുന്നത്. ഇല്ലേ ലഅല്ലക്കും തത്തഖൂ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ അതാണ് വഴി. അതുകൊണ്ട് നിങ്ങൾ ഈ റൂട്ടിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളണമെന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഞാൻ ഇത്രയും വിഷയം ആമുഖമായി പറഞ്ഞത് എന്താണ്? നമുക്ക് അല്ലാഹുവിന്റെ റസൂലുണ്ട്, നമ്മളെ മുന്നിൽ മുത്ത് നബിയുടെ മാർഗമുണ്ട്. ഈ മാർഗം നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്. പിൻപറ്റിയാൽ നമ്മൾ രക്ഷപ്പെടും, വിജയിക്കും, ഒരു സംശയവും വേണ്ട. എന്താണ് മോമിനീങ്ങളെ, നമ്മളെ മുന്നിൽ എല്ലാ വിഷയങ്ങൾ എന്ന് പറയുമ്പോ എന്തൊക്കെയാണ്? ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയില്ലേ? ഓ, നിങ്ങൾ ഉറങ്ങിയത് റസൂലുള്ള പറഞ്ഞത് പോലെയാണോ? നിങ്ങൾ ഉറങ്ങിയത് റസൂലുള്ള പറഞ്ഞത് പോലെയാണോ? ഇന്ന് രാവിലെ ഉണർന്നില്ലേ? ഉണർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പോലെയാണോ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഇപ്പൊ ഇരുന്നിട്ടുണ്ട്, ഇരുത്തം റസൂലുള്ള പറഞ്ഞത് പോലെയാണോ? ഇനി നിങ്ങൾ വാദിന്റെ സദസ്സിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോ എണീറ്റ് പോകുന്നത് റസൂലുള്ള പറഞ്ഞത് പോലെയാണോ? അല്ലേ, ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ വാഹനം കേറിയിട്ടുണ്ട്, ആ കേറിയ വാഹനം നിങ്ങൾ റസൂലുള്ള പറഞ്ഞത് പോലെ കേറിയിട്ടുണ്ടോ? വാഹനം ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, റസൂലുള്ള പറഞ്ഞത് പോലെയാണോ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പോലെയാണോ? ഇനി തിരിച്ച് വീട്ടിൽ കേറുമ്പോ മുത്തുനബി പഠിപ്പിച്ചത് പോലെയാണോ? ഇന്നലെ രാവിലെയും ഇന്ന് വൈകുന്നേരമായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നേരം വെളുത്തവരാണോ? നാളെ നേരം വെളുക്കുന്നവരാണോ? ഇന്ന് വൈകുന്നേരമായവരാണോ? ഇല്ലേ, ഇന്ന് മഗ്രിബ് നിസ്കരിച്ചില്ലേ? നിസ്കരിച്ചത് മുത്തുനബി പറഞ്ഞത് പോലെയാണോ? അല്ല, കാരം കഴിഞ്ഞതിന്റെ ശേഷം മുത്തുനബി പറഞ്ഞത് പോലെയാണോ ജീവിച്ചത്, പ്രവർത്തിച്ചത്? ഇന്ന് രാവിലെ മുതൽ പലവട്ടം നമ്മൾ ടോയ്ലറ്റിൽ പോയില്ലേ? ടോയ്ലറ്റിൽ പോയത് മുത്തുനബി പറഞ്ഞത് പോലെയാണോ? ഭക്ഷണം കഴിച്ചത് മുത്തുനബി പറഞ്ഞത് പോലെയാണോ? അതാ വെള്ളം കുടിച്ചത് മുത്തുനബി പറഞ്ഞത് പോലെയാണോ? ഇങ്ങനെ അങ്ങ് ചിന്തിക്കുമ്പോൾ ഡ്രസ്സ് ധരിച്ചത് മുത്തുനബി പറഞ്ഞത് പോലെയാണോ? ചെരുപ്പ് ധരിച്ചത് മുത്തുനബി പറഞ്ഞത് പോലെയാണോ? ഡ്രസ്സ് ധരിച്ചത് മുത്തുനബി പറഞ്ഞത് പോലെയാണോ? ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ വിജയിക്കൂല. ഹഫിള് അലാ സുനനിൻ വആദാബിൻ നദത് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസലാ في حاله وفعاله ومقاله وتتبعن وتعبيا لا تعدلا. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, മുഅ്മിനീങ്ങളായ നമുക്ക് ആത്മീയമായി മുന്നേറ്റം ലഭിക്കാൻ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലെത്താൻ, മഹാന്മാരായ ഔലിയാക്കളുടെ റൂട്ടിലെത്താൻ നമുക്കും എത്തണ്ടേ? ഔലിയാക്കളുടെ റൂട്ടിൽ നമുക്കും എത്തണ്ടേ? ദുആക്ക് ഇജാബത്തുള്ള മർത്തബയിൽ നമുക്കും എത്തണ്ടേ? മഹാന്മാരുടെ മർത്തബയിൽ നമുക്കും വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മാടി വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഒരു കോപ്പ വെള്ളം തരുന്നവർ അത് വാങ്ങിക്കുടിക്കുന്നവരാകണ്ടേ? എന്നാ കേട്ടോളൂ, അതിനുള്ള വഴി എന്താണ്? ഹഫിള് അലാ സുനനിൻ വആദാബിൻ നദത്
അത്തത്ത് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസലാ. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും സ്ഥാനമുള്ള, ഏറ്റവും വലിയ തഖ്വയുള്ള, ഏറ്റവും വലിയ ഇഖ്ലാസുള്ള, ഏറ്റവും നല്ല പിന്തുടരപ്പെടാൻ പറ്റിയ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച റൂട്ടിലങ്ങ് നടന്നോളൂ. നമ്മുടെ ജീവിതം അവിടുന്ന് പഠിപ്പിച്ച ചര്യയിലാക്കിക്കോളൂ. എങ്ങനെയാണ് ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി വതതബ്ബഅൻ വതബിഅൻ ലാ തഅദിലാ. ഹബീബായ നബി തങ്ങൾ നടന്നതെങ്ങനെയാണോ, ഇരുന്നതെങ്ങനെയാണോ, കിടന്നതെങ്ങനെയാണോ, അതുപോലെ അവിടുന്ന് പറഞ്ഞതെന്താണോ, അവിടുന്ന് ചെയ്തതെന്താണോ, അവിടുന്ന് നമ്മളോട് സംസാരിക്കാൻ പറഞ്ഞതെന്താണോ, അത് മുഴുവൻ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പിൻപറ്റുക. എന്നാൽ നമ്മൾ രക്ഷപ്പെടും കേട്ടോ. അല്ലെങ്കിൽ മുസ്ലിമിന് സമാധാനമില്ല, മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല. രക്ഷ പ്രതീക്ഷിക്കണ്ട. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചാണോ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്? നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കുമെന്ന ചിന്തയാണോ? ശരിക്ക് കേട്ടോളൂ, ഇല്ല. من أكل طيبا وعمل السنة وأمن الناس بوائقه دخل الجنة. മൂന്ന് കാര്യങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ്. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. നമുക്ക് ആ നല്ല സ്വർഗത്തിലെത്തണം. അതിലുള്ള പഴങ്ങൾ ഇങ്ങനെ കഴിക്കണം, അതിലുള്ള വെള്ളം കുടിക്കണം, അതിൽ നല്ല ഫിഹാ സുറുറും മർഫുആ. അതാ തൊട്ടിലിൽ പോയി കേറുകയാണ്, വലിയ ഊഞ്ഞാലുകളിൽ കേറുകയാണ് ദുനിയാവിൽ. ആ ഊഞ്ഞാല് പോലെയല്ല സ്വർഗത്തിലുള്ള ഊഞ്ഞാലുകൾ. അതിൽ കേറിയിരുന്നാൽ ഓട്ടോമാറ്റിക്കായി പൊങ്ങുകയാണ്. 500 കൊല്ലത്തെ വൈദൂരമാണ്. അതിലുള്ള കട്ടിലുകൾ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലുകളിലുള്ള കട്ടില് പോലെയല്ല. ഫിഹാ സുറുറും മർഫുആ. കേറിക്കടന്നാൽ ആനന്ദിപ്പിച്ചുകൊണ്ട് പൊങ്ങിപ്പോകുന്ന കട്ടിലുണ്ട്. അത് മാത്രമല്ല, അതിലുള്ള ഡബിൾ കോട്ട്, ട്രിപ്പിൾ കോട്ട് കട്ടിലുകളെ പോലെ, ബെഡുകളെ പോലെയല്ല, അതിനേക്കാളും പവറുള്ളതാണ്. ഫിഹാ സുറുറും മർഫുആ വഅക്വാബും മൗദൂആ. അതിലുള്ള കുടിക്കാൻ കൊണ്ടുവച്ച വെള്ളങ്ങൾ നമ്മളെ ഭൗതിക ലോകത്തെ നല്ല ജ്യൂസുകളെ പോലെ അല്ല, അതിനേക്കാൾ എത്രയോ രസമാണ്. അതെന്തൊരു ആനന്ദമാണ്. അതൊന്ന് എടുത്ത് കുടിക്കണ്ടേ? നമുക്ക് കുടിക്കണമെങ്കിൽ അത് കിട്ടാനുള്ള പണിയാണ് പറയുന്നത്. വളരെ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ള പറയുന്നു, അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു വലിയ സഹാബിയാണ്, മഹാനാണ്. മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അകല ത്വയ്യിബാ. നമ്മുടെ ജീവിതത്തിൽ വളരെ ചര്യയാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഹലാലായത് തിന്നണം, നല്ലതേ കഴിക്കാവൂ, അന്യന്റെതൊന്നും തിന്നരുത്. ഒരാളെയും പറ്റിച്ചുകൊണ്ടൊരു പൈസയും നമ്മൾ ഉണ്ടാക്കരുത്. കച്ചവടത്തിൽ വഞ്ചന പാടില്ല, മറ്റൊരാളെ അവമതിക്കാൻ പാടില്ല. നല്ല അടക്കയുണ്ട്, ആ അടക്ക നല്ലതും വെടക്കും കൂട്ടിക്കലർത്തി നമ്മൾ വിൽപ്പന നടത്താൻ പാടില്ല. എല്ലാ വിഷയത്തിലും നമ്മളൊരു വഞ്ചന നടത്തിയിട്ടുള്ള ഒരു കാശും നമ്മുടെ കയ്യിൽ ഉണ്ടാകരുത്. മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടുള്ള ഒന്നും ഉണ്ടാകരുത്. അങ്ങനത്തത് നിന്നാൽ സ്വർഗം കിട്ടൂല. നമ്മളെ മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ അവർക്കും കിട്ടൂല, നമുക്കും കിട്ടൂല, മക്കള് നന്നാകൂല. കഴിഞ്ഞില്ല. രണ്ടാമത്തത് വഅമില സുന്ന.
നമ്മളെന്ത് ചെയ്യുമ്പോഴും റസൂലുള്ളാഹിന്റെ സുന്നത്തായിരിക്കണം നമ്മുടെ ജീവിതത്തിലുള്ളത്. നിങ്ങളെ ശരീരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്റെ ശരീരം സ്വർഗ്ഗത്തിൽ കടക്കേണ്ട ശരീരമാണ്. എന്റെ ശരീരം റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കേണ്ട ശരീരമാണ്. എന്റെ ശരീരം മുത്തുനബി പറഞ്ഞതുപോലെയാണോ? എല്ലാ ചെറുപ്പക്കാരോടും വാപ്പമാരോടും താടി വെക്കാത്തവരായി നമ്മളായി പോകരുത്. അത് റസൂലുള്ള പൊരുത്തപ്പെടുന്ന ശരീരമല്ല. താടി അല്പമെങ്കിലും നമ്മൾ വെച്ചേക്കണം. തലയിലുള്ള മുടി ഏതോ സിനിമാ നടനെ അനുകരിച്ചു കൊണ്ടാകരുതേ നമ്മൾ വേണ്ടത്. ചെറുപ്പക്കാരെ, സ്വർഗത്തിലെത്താനുള്ള ശരീരമാണെങ്കിൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെയുള്ള മുടിയായിരിക്കണം. നിങ്ങൾ കണ്ടില്ലേ, നിഅമർ റജുലു ഖുറൈമുൽ അസദി ലൗലാ തൂലു ജുമ്മതിഹി വഅസ്ബല ഇസാറഹു. ഖുറൈമുൽ അസദി എന്ന് പറഞ്ഞ സഹാബി നല്ല മനുഷ്യനാണ്. എന്തേ അദ്ദേഹത്തിന് രണ്ട് മോശത്തരങ്ങളുണ്ട്. ലൗലാ തൂലു ജുമ്മതിഹി, യാളം മുടി പെരടിയിൽ നിന്ന് തായോട്ടിറങ്ങിയതാണ്. നമ്മളെ നാട്ടിൽ മുന്നിൽ കുറെ മുടിയുണ്ട്. ഞാനിങ്ങനെ ഇപ്പൊ ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോ കുറച്ച് ചെറുപ്പക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരെ മുടിയുടെ കോലം വല്ലാത്തൊരു വിഷമം തോന്നുന്നു. പേര് ചോദിച്ചപ്പോ മുസ്ലിമിന്റെ പേരാണ്. പക്ഷേ മുടിയോ അത് മുസ്ലിമിന്റെ മുടിയല്ല. നമ്മളെ ചര്യയും നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും മുത്തുനബി പഠിപ്പിച്ചതുപോലെ ആകട്ടെ. അപ്പമാരെ, മക്കള് പറയും എന്റെ മുടി വേണ്ടത് എനിക്ക് അപ്പാച്ചിയാണ്, അല്ലെങ്കിൽ അതുപോലത്തെ മോഡലാണ്, ഫാഷനാണ്. നിങ്ങൾ മക്കളോട് ഇരുത്തി സ്നേഹത്തോടെ പറയണം, മോന് സ്വർഗത്തിൽ കടക്കേണ്ട മോനാണ്. മുത്തുനബിയുടെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കേണ്ട മോനാണ്. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടേണ്ട മോനാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത മുടി വെക്കരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ മുടി വെട്ടരുത്. പറഞ്ഞു കൊല്ലണം. നമ്മളെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മളെ കയ്യിലതാ ഒരു നഖം നീണ്ടു കിടക്കുന്നു. അത് മുത്തുനബിക്ക് പൊരുത്തമുള്ളതല്ല. ഇനിയോ ഞെരിയാണ് വിട്ട് തായോട്ടിറങ്ങുന്ന ഡ്രസ്സാണ്, പറ്റൂല. അത് റസൂലുള്ളാഹിക്ക് പൊരുത്തമില്ല. പൊക്കിളിന്റെ താഴെയാണ് നമ്മളെ ഫാൻസിൻ്റെതുള്ളത്, ബെൽറ്റ് ഉള്ളത്, പറ്റൂല. പൊക്കിളിന്റെ താഴെ മുണ്ടൊടുക്കൽ മുത്തുനബിക്ക് പൊരുത്തമില്ല. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോ ഹബീബായ നബി തങ്ങളെ ശരീരം എന്താണോ അതുപോലെ ആകട്ടെ. വൃത്തിയില്ലാത്ത കുളിക്കാത്തവരായി നമ്മൾ മാറരുത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണോ, വഅമിലസ് സുന്നഹ്, റസൂലുള്ളാഹിന്റെ ചര്യ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം. ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും, പേടിക്കേണ്ടതില്ല. ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. ഒരു സ്ഥലത്ത് നമ്മൾ നടക്കുമ്പോ നമ്മൾ റസൂലുള്ളാഹി നടന്നതുപോലെ നടക്കണം. കണ്ടില്ലേ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറഞ്ഞാൽ മുത്തബിയുസ് സുന്നഹ് എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ. ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശമാഇലിൽ പറയുന്നത് കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമറും ഒരു സംഘവും ഇങ്ങനെ യാത്ര ചെയ്യാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു മരുഭൂമിയിലാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ മുന്നിലെ ക്യാപ്റ്റൻ ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. മഹാനവറുകൾ വണ്ടി ഇങ്ങനെ കറക്കി ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്തു. ഇതേ സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടു. എന്നിട്ട് നേരെ അങ്ങ് പോയി. ഒരു 1.5 കിലോമീറ്റർ ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് കൂട്ടുകാർ ചോദിച്ചു, മഹാദാ അല്ല ഇബ്നു ഉമറേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വണ്ടി കറക്കിയത് അബ്ദുല്ലാഹി ഇബ്നു ഉമറേ? ആ സമയത്ത് മഹാനവറുകളുടെ മറുപടി ഇല്ല. ആരിഫു, എനിക്കറിയില്ല. വലാദിരി, എനിക്കറിയില്ല. അല്ല, നിങ്ങൾ പിന്നെ എന്തിനെ ഇങ്ങനെ കറക്കിയത്? അറിയില്ല എന്നാ പറയുന്നത്. ഓർമ്മയില്ലാതെ കറക്കിയതാണോ? അല്ല അല്ല അല്ല. ലൗല അന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലു ഹകദാ.
ഞാൻ മുത്തുനബി തങ്ങളെ കൂടെ ഞാൻ ഇതിലെ യാത്ര ചെയ്തിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ ഇതിലെ യാത്ര ചെയ്യുമ്പോ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തെത്തിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ വണ്ടി കറക്കി ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കിയൊന്നും എനിക്കറിയില്ല. റസൂലുള്ളാഹിയിലേക്ക് മടങ്ങണം. നമ്മളെ സ്വഭാവം റസൂലുള്ളാഹിന്റെ സ്വഭാവമാകണം. അങ്ങനെ അതാ വഅമില സുന്ന, സുന്നത്തനുസരിച്ച് ഒരാൾ അമൽ ചെയ്താൽ അവര് സുബ്ഹാനല്ലാഹ് സ്വർഗ്ഗത്തിലാണ്. ദഖലൽ ജന്ന. എല്ലാറ്റിലും പേടിക്കണം. പഠിച്ചോനെ, ഇത് ഇസ്ലാം അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടും. നമ്മളിവിടെ ഇരിക്കുന്നത് മുത്തുനബി തങ്ങൾ, ഞാൻ ഇവിടെ പറയുന്നത് മുത്തുനബിയുടെ ഉപദേശമാണ്. എനിക്കൊന്നും പേടിക്കേണ്ടതില്ല. കാരണം ഞാൻ ഈ പറയുന്നതിനൊക്കെ എനിക്ക് കൂലി കിട്ടുമെന്നത് ഉറപ്പാണ്. കാരണം ഇത് മുത്തുനബിയുടെ വഅളാണ്, മുത്തുനബിയുടെ ഉപദേശമാണ്, മുത്തുനബിയുടെ ഹദീസാണ്. നിങ്ങളും ഒരു പേടിയും പേടിക്കേണ്ടതില്ല. കാരണം ഈ ഇരുന്ന് കേട്ടത് സഹാബത്തിനെ മുൻനിർത്തി മുത്തുനബി പറഞ്ഞത് സഹാബത്ത് കേട്ടതാണ്. സഹാബത്തിനെ പിൻപറ്റാൻ മുത്തുനബി പറഞ്ഞതാണ്. നമ്മൾ പരാജയപ്പെടൂല, നമ്മൾ സ്വർഗത്തിലെത്തുമെന്നത് ഉറപ്പാണ്. നമ്മൾ അല്ലാഹുവിന്റെ നല്ല റജബ് മാസത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ പേടിക്കേണ്ടതില്ല. റജബ് മാസത്തെ ബഹുമാനിച്ച് മനസ്സിൽ കരുതിയിരുന്നോളൂ, അല്ലാ ഞാൻ റജബ് മാസത്തിലാണ് ഒരു വാദ് കേൾക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചിരുന്നോളൂ. റസൂലുള്ളാഹി പറഞ്ഞു, അള്ളിമു റജബ്, റജബ് മാസത്തിനെ നിങ്ങൾ ബഹുമാനിച്ചു കൊള്ളണം. മറ്റു മാസം പോലെയല്ല റജബ് ശഹറുല്ലാഹ്, ഇത് അള്ളാന്റെ മാസമാണ്. അള്ളാന്റെ മാസമുള്ള ഈ മാസത്തിനെ ബഹുമാനിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകൂല, നമ്മൾ വിജയിക്കുമെന്നത് ഉറപ്പാണ്. നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകൂല. നമ്മളെ ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും അങ്ങനെയാണ് വേണ്ടത്. കാരണം നമ്മളെല്ലാം നമ്മളോട് ചോദ്യം ചോദിക്കപ്പെടുന്ന വിഷയമാണ്. നമ്മളെ ഇരുത്തം ചോദിക്കപ്പെടും, നമ്മളെ നടത്തം ചോദിക്കപ്പെടും, നമ്മളെ വഅദ് ചോദ്യം ചെയ്യപ്പെടും, നമ്മളെല്ലാം ഈ നിർത്തുന്ന നൃത്തം ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണോ? നമ്മൾ എന്തിന് പേടിക്കുന്നു? അല്ലാഹ് അതിന് പ്രതിഫലം തരും. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് ഓരോ ദിനങ്ങളിലും നമ്മൾ ചെയ്യുന്ന ചര്യകൾ അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ എന്ന് നമ്മൾ വിലയിരുത്തണം. അല്ലാതെ നമ്മള് ഈ കോലം ഉണ്ടായാലും മാത്രം പോരാ, പേരുണ്ടായാലും മാത്രം പോരാ. മഹാനായ അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചില ആളുകളുടെ ഈമാനിനെ കുറിച്ച്, ചില ആളുകൾ അയാളെ കണ്ടാൽ ആളുകൾ പറയും നല്ല മനുഷ്യനാണ്, പക്ഷെ അയാളുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവില്ല, അയാളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തം ഉണ്ടാകൂല, അയാൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കില്ല. അങ്ങനെ ചില ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മൾ അങ്ങനെ ആയി പോകരുത്. നമ്മളെ ദിനചര്യയിൽ ഇസ്ലാം ഇല്ലെങ്കിൽ നമ്മൾ കാഴ്ചക്ക് വെറും മുസ്ലിമാണ്. അങ്ങനെ നമ്മൾ ആയിപ്പോയാൽ നമ്മൾ ആരാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, നമ്മൾ അല്ലാഹുവിന്റെ വജ്ഹിലല്ല നമ്മളെ പ്രവർത്തനമെങ്കിൽ നമ്മൾ നന്നായി ചിന്തിക്കണം. അല്ലാഹുവിന്റെ പൊരുത്തത്തിലല്ല ദുനിയാവിൽ ഒരു കാര്യം കിട്ടലാണോ? ഖുർആന് പറയുന്നുണ്ട്, നമ്മൾ മഖബറയിൽ വന്നത് എന്തിനാണ്? വെറും ദുനിയാവ് കിട്ടാനാണോ? നമ്മൾ കച്ചവടം റെഡിയാകണേന്ന് പറയാനാണോ? നമ്മൾ ദുനിയാവിലുള്ള രോഗം മാറണേന്ന് പറയാൻ മാത്രമാണോ? അത് പറഞ്ഞോളൂ, അത് മാത്രമാണ് ചിന്തയെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ശൈഖ് മടവൂര് പറയാറുണ്ട്, ഞാൻ വാതിലടിച്ച് കളഞ്ഞത് എന്താണ്? എന്റെ അരിയിൽ ഒരു ദിവസം 1000 ആള് വരും. 1000 ആള് വന്നിട്ട് 1000 ആളുകളും എന്നോട് ദുആ ചെയ്യാൻ പറയും. എന്തിനാ ദുആ ചെയ്യാൻ പറയാം? ഉസ്താദേ, എന്റെ രോഗം മാറാൻ ദുആ ചെയ്യണം. ശരിയാണ്, പറയുന്നതിന് വിരോധം
വിരോധമില്ല. എന്റെ സമ്പത്തുണ്ടാകാൻ ദുആ ചെയ്യണം, പറയുന്നതിന് വിരോധമില്ല. പക്ഷെ എന്റെ കച്ചവടം ഉഷാറാകാൻ ദുആ ചെയ്യണം, അത് പറയുന്നതിന് വിരോധമില്ല. എന്റെ എന്തെങ്കിലും ഭൗതികമായ ഒരു പ്രശ്നമുണ്ട്, ഒരു കടമുണ്ട്, അത് വീടണം, അത് പറയുന്നതിന് വിരോധമില്ല. പക്ഷേ മഹാനവരുകൾ പറയുന്നു, എന്നോടൊരാൾ വന്നിട്ട് ഉസ്താദേ എന്റെ ഖൽബൊന്ന് നന്നാകണം, എന്റെ ഈമാൻ ഒന്ന് രക്ഷപ്പെടണം, എന്റെ ആഖിറം ഒന്ന് സന്തോഷത്തിലാകണമെന്ന് പറയുന്ന ജനങ്ങളില്ല. ഞാൻ നമ്മളെ ദിനചര്യങ്ങൾ അതായി മാറണം, നമ്മൾ കച്ചവടം ചെയ്യണം, ജോലി ചെയ്യണം, എല്ലാ വിഷയത്തിലും ഇറങ്ങണം. പക്ഷേ ഇതുവഴി എന്റെ ആഖിറം രക്ഷപ്പെടണമെന്ന ചിന്ത വേണം. ഇല്ലയോ, നമ്മളെ അവസ്ഥ എന്താണ്? അബുല്ലൈസ് സമർക്കന്തി പറയുന്നു, അതാ ഒരാള് നല്ല ഒരു ചാക്ക് അടക്കാൻ നിറയെ അത് പൊളിച്ചിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാണ്. വിറ്റിട്ട് അയാൾ വരുമ്പോ അയാൾക്കൊരു 10,000 രൂപ കിട്ടി. അതും കയ്യിൽ പിടിച്ചിട്ട് അയാൾ ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് വേറൊരാളുണ്ട്, അങ്ങനത്തെ 3 ചാക്ക് തലയിൽ വെച്ച് പോകുന്നു. 3 ചാക്ക് അടക്ക തോന്നിക്കുന്ന ഒരു സാധനം തലയിൽ വെച്ച് പോകുന്നു. മഹാനായ അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഇയാൾ ഇതും തലയിൽ വെച്ച് ഇങ്ങനെ പോയി. ആളുകൾ പറഞ്ഞു, അയാൾക്ക് എന്താണ് 30,000 രൂപ കിട്ടൂലേ? ഞാൻ ഒരു ചാക്ക് കൊണ്ടുപോയപ്പോൾ എനിക്ക് 10,000 രൂപ കിട്ടിയില്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ഇയാളുടെ തലയിലുള്ള സാധനം എന്താണ്? അത് കായ്ച്ചക്ക് അടക്കയാണ്, അത് ചരക്കല്ലാണ്, അത് കല്ലാണ്. കല്ല് ആരോ പെറുക്കി വെച്ചപ്പോ കെട്ടിയിട്ട് ഇയാള് അത് പൈസ കൊടുത്ത്, ചെറിയ പൈസ കൊടുത്ത് വാങ്ങി ഇങ്ങ് പോന്നതാണ്. ഉള്ളിൽ അടക്കയല്ല ഉള്ളത്. ആനായ അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവനിക്ക് എന്ത് കിട്ടി? ഇവനിത് കൊണ്ടുപോയി വിറ്റാ കാശ് കിട്ടുമോ? ഇവൻ ഈ അധ്വാനിച്ചതിന് ഫലം കിട്ടുമോ? ഇല്ല. കാരണം എന്നതുപോലെയാണ് ഒരു മനുഷ്യൻ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയോ വിഷയത്തിൽ ഇടപെടുന്നു. പക്ഷേ അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയല്ല. എന്നാൽ ജനങ്ങൾ അവനെ കുറിച്ച് ഇങ്ങനെ പറയും, ഓ നല്ലവൻ, നല്ലവൻ, അവൻ പള്ളിയിൽ ജോറാണ്, അവൻ എല്ലാ സ്ഥലത്തും ജോറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലെങ്കിൽ അവൻ ഈ ജനങ്ങളുടെ പറച്ചലല്ലാതെ മറ്റു വല്ലതും കിട്ടുമോ? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മളെ ജീവിതം ഇസ്ലാമാകട്ടെ, നമ്മളെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാവട്ടെ. അതിലൊന്നാമത്തത് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി പോയങ്ങ് കിടക്കുമല്ലോ നമ്മള്. ഓ സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതം എപ്പോഴും വേണ്ടത് അവൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കണം, ഇല്ലെങ്കിൽ അവൻ സങ്കടപ്പെടേണ്ടി വരും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി പറഞ്ഞു, ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്നത്തി അലാ ശൈഇൻ, ഒരാൾ സ്വർഗ്ഗത്തിൽ അങ്ങ് കടന്നാൽ അയാൾക്ക് ഒരു വിഷയത്തിലും എന്തില്ല, സങ്കടമുണ്ടാകൂല. സ്വർഗ്ഗത്തിൽ ഒരാളങ്ങ് കടന്നാൽ അയാൾക്ക് ഒരു വിഷയത്തിലും സങ്കടമുണ്ടാകൂല. നമ്മൾ സ്വർഗ്ഗത്തിലെങ്ങെത്തി, അവിടുത്തെ വെള്ളം കുടിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നമ്മൾ സന്തോഷത്തിൽ കട്ടിലിന്റെ മുകളിൽ ആടി. ഒരു മനുഷ്യനിക്ക് അയാൾക്ക് പിന്നെന്ത് സങ്കടം? പക്ഷേ ഉണ്ടാകും. ഇല്ല അലാ സാഅത്തിൻ മർറത് ബിഹിം ലം യദ്കുറുല്ലാഹ അസ്സ വജല്ല ഫീഹാ. ഒക്കെ സങ്കടം ഉണ്ടാവും. എന്തിനാണെന്നറിയോ? ഞാന് വെറുതെ അവിടെ പോയി ഇങ്ങനെ തെണ്ടി നടന്നില്ലേ, ഞാൻ അവിടെ പോയി അങ്ങനെ നടന്നില്ലേ, ഞാൻ അവിടെ പോയി വെറുതെ സമയം കളഞ്ഞില്ലേ, നമ്മൾ സങ്കടപ്പെടുത്തുന്നു, സങ്കടപ്പെടുന്നു. മഹാന്മാര് പറയുന്നു, ഇദാ അന്തലം തർഹൽ ബിസാദിം മിനത്തുഖാ വലഖൈത ബഅദൽ മൗതി മൻ കതസവദാ നദിംത അലാ അല്ലാ തകൂന കമിസ്ലിഹി ഫഇന്നക ലം തർസുദ് കമാ കാന അർസദാ. രണ്ടാള് ഉറൂസിന് വന്നു. ഒരാളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കഥ പറഞ്ഞു കുറച്ച് മിഠായും വാങ്ങി അങ്ങ് പോയി.
മറ്റേയാള് വന്ന് അള്ളാന്റെ ദീനാണല്ലോ പറയുന്നത്, ഞാനൊരു അരമണിക്കൂറെങ്കിലും ഇരുന്നൊന്ന് കേൾക്കട്ടെ എന്ന് കരുതി ഈ സദസ്സിൽ വന്നിരുന്നു. സംഭവ ഔലിയാക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ രണ്ടാളും സ്വർഗത്തിൽ ഒരു പക്ഷേ കടന്നേക്കാം, അല്ല കടത്തി തരട്ടെ. പക്ഷേ അല്ലെങ്കിൽ ഒരാള് കടന്നില്ല, ഒരാള് സ്വർഗത്തിൽ കടന്നില്ല, മറ്റേയാള് സ്വർഗത്തിൽ വാതിന് വന്നിരുന്ന ആള് സ്വർഗത്തിൽ ഈ ബർക്കത്ത് കൊണ്ടങ്ങ് കടന്നു. എന്നാൽ മഹാന്മാര് പറയുന്നു, ഇദാ അന്തലം തർഹൽ ബിസാദിൻ മിനത്തുഖാ, നിന്റെ സമയത്തിൽ നിന്ന് ഒരു സമയം നീ തഖ്വയുള്ള പ്രവർത്തനം ചെയ്യാത്തതിന്റെ പേരിൽ നീ സ്വർഗത്തിലല്ലാതെ ആയിപ്പോയാൽ, നീ സ്വർഗത്തിലല്ലാതെ അങ്ങ് ആയിപ്പോയാൽ അതാ നീ ശ്രദ്ധിച്ചു കൊള്ളണം. ഇദാ അന്തലം തർഹൽ ബിസാദിൻ മിനത്തുഖാ വലാഖൈത ബഅദൽ മൗതി മൻ കതസവദാ, നിന്റെ മരണത്തിന്റെ ശേഷം ഈ സദസ്സിൽ വഅദിന് വന്നിരുന്ന റബ്ബിന്റെ ഉപദേശം കേട്ടിട്ട്, അല്ലാഹുവിന്റെ ദീന് കേട്ട് അതാ ദിക്ർ ചൊല്ലിയവരെ നമ്മൾ മഹ്ശറയിൽ നിന്ന് കാണും കേട്ടോ. കാണുമ്പോ നമ്മള് സങ്കടമെന്തിനാണ്? അവൻ ചെയ്തതുപോലെ ഞാൻ ചെയ്തില്ലല്ലോ, അവൻ പ്രവർത്തിച്ചതുപോലെ ഞാൻ പ്രവർത്തിച്ചില്ലല്ലോ. നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. ആ ഒരു സങ്കടം നമുക്കില്ലാതിരിക്കാനുള്ള വഴി എന്താണ്? ആ ഒരു വിഷമം നമുക്കില്ലാതിരിക്കാനുള്ള വഴി എന്താണ്? മറ്റൊന്നുമല്ല, നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, റബ്ബിന്റെ തൃപ്തിയിലായി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ജീവിക്കലാണ്. നദിംതാ, അല്ലെങ്കിൽ നീ സങ്കടപ്പെടേണ്ടി വരും. നീ അവനെ പോലെ ആയില്ലല്ലോ എന്നതിന്റെ പേരിൽ നീ സങ്കടപ്പെടേണ്ടി വരും. അവൻ ജീവിച്ചതുപോലെ നീ ജീവിച്ചില്ലല്ലോ എന്നതിൽ നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരും. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മളൊരു പക്ഷേ സ്വർഗത്തിലെത്തിയാലും നമ്മൾ സങ്കടപ്പെടുന്നത് അതാ ഇല്ല അലാ സാഅത്തിൻ മർറത് ബിഹിം ലം യദ്കുറുല്ലാഹ അസ്സ വജല്ല ഫീഹാ, അല്ലാഹനെ ഓർക്കാതെ ഒരു സമയം കഴിഞ്ഞു പോയാൽ, നമ്മൾ അതിനെ മഹ്ശറയിൽ വെച്ച് സ്വർഗം കിട്ടിയാലും നമ്മൾ സങ്കടപ്പെടേണ്ടി വരുമെന്നാണ്. പ്രത്യേകിച്ച് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് നമ്മളെ സംസാരം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സംസാരിക്കുമ്പോ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണോ എന്ന് നന്നായി ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ തൃപ്തിയിലാണോ എന്ന് ചിന്തിച്ചിട്ടേ സംസാരിക്കാവൂ. ഇല്ലെങ്കിൽ സംസാരിക്കില്ല. كلام ابن آدم كله عليه لا له إلا أمر بالمعروف أو نهي عن المنكر أو ذكر الله. മൂന്ന് കാര്യങ്ങളായിരിക്കണം നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്. മൂന്നാലൊരു കാര്യം. ഒന്ന് ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലലാണ്. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലലാണ്. നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ല നമ്മൾ നാലാളിരുന്നു കൊണ്ടൊരു വിഷയം സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ അത് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമുള്ള സംസാരമായിരിക്കണം. ഉപ്പയും മക്കളും കൂടെ ഇരിക്കുകയാണ്, മക്കൾക്കൊരു ഉപകാരമുള്ള സംസാരിക്കണം. അല്ലെ ഉപ്പാക്ക് ഉപകാരമുള്ളത് മക്കൾ പറയണം, അല്ലെ ഉമ്മാക്ക് ഉപകാരമുള്ളത് പറയണം. അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉപകാരമുള്ള ഒരു സംസാരമായിരിക്കണം. അല്ലാത്ത സംസാരം സംസാരിക്കരുത്. വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങൾ കണ്ടില്ലേ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, വലിയ മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോകാനുണ്ട്. നടന്നിങ്ങനെ പോകുമ്പോ ഒരു ചെറിയ പിഞ്ചു മകനെ കണ്ടു. നല്ലൊരു മോൻ, നല്ല തലയിലൊക്കെ മറിച്ച് നല്ല മട്ടത്തിലുള്ള ഒരു മോൻ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടു. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അസ്സലാമു അലൈക്കും. ചെറിയ മോനാ. വഅലൈക്കും അസ്സലാം. മറുപടി മോനെ കണ്ടപ്പോ സന്തോഷം തോന്നി. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ മസ്മുക്, നിന്റെ പേരെന്താണ്? കുട്ടിയൊന്നും മിണ്ടിയില്ല. മന്നബൂക്, നിന്റെ വാപ്പയാരാണ്? കുട്ടിയൊന്നും മിണ്ടിയില്ല. മൻ ഉമ്മുക്, നിന്റെ ഉമ്മയാരാണ്?
കുട്ടി മിണ്ടിയില്ല. അയിന ബലദു, നിന്റെ നാട് എവിടെയാണ് എന്ന് ചോദിച്ചു. കുട്ടി മിണ്ടിയില്ല. അഹ്മദുൽ കബീർ ഫായിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, ആയിഷ് എന്താണിത് കുട്ടി മിണ്ടാത്തത്? ആദ്യം സലാം പറഞ്ഞിട്ട് മടക്കി. സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയൊന്നുമല്ല. പിന്നെ എന്താണ് ഈ കുട്ടി ഇങ്ങനെ? ആ സമയത്ത് ചെറിയ മോന് നല്ല കയമ്പുള്ള, നല്ല ഉള്ളുള്ള, കാമ്പുള്ള മോനാണ്. ചില മക്കളൊക്കെ എങ്ങനെ ഉണ്ടാകും? അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ചില മക്കൾ നല്ല കയമ്പുള്ള മക്കളുണ്ടാകും. അനായ ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു. അഹ്മദുൽ ബസ്തി എന്നാണ് പറയുന്നത്. അഹ്മദുൽ ബസ്തി എന്ന് പറയുന്ന മോന് സുബ്ഹാനല്ലാഹ് രാജാവാണ് ഹാറൂൻ റഷീദ്. പക്ഷേ നല്ല ഡ്രസ്സൊന്നും ധരിക്കൂല. കീറിയ ഡ്രസ്സൊക്കെയാ വീട്ടിൽ നിന്ന് ധരിക്കുക. ഉമ്മ നേരത്തെ ഒരു സൂഫിയാക്കളാകുന്ന ആളുകളുടെ ഇടയിൽ ജീവിച്ച ഉമ്മയാണ്. അവിടെയാണ് ഈ മകൻ വളർന്നത്. ചരിത്രം സുദീർഘമാണ്, ഞാനത് പറയുന്നില്ല. പക്ഷെ ഉദാഹരണത്തിന് ഒരു ചെറിയ കാര്യം പറഞ്ഞതാണ്. ആ അഹ്മദുൽ ബസ്തി ഒരു ദിവസം വീട്ടിൽ വന്ന് കൊട്ടാരത്തിൽ ഇങ്ങനെ കീറിയ ഉപ്പായിട്ട് നടക്കുമ്പോ രാജാവിനോട് മന്ത്രിമാര് പറഞ്ഞു, രാജാവേ ഇത് ശരിയാവൂല, നിങ്ങൾ രാജാവാണ്. ഈ കുട്ടി ഞങ്ങളെ ഇടയിലൊക്കെ ഇങ്ങനെ 10-15 വയസ്സുള്ള 16 വയസ്സുള്ള ഒരു മോൻ ഇങ്ങനെ നടക്കുമ്പോ ആളുകള് പല വിസിറ്റേഴ്സും വരും. ഇതാരാണ് ഈ കീറിയ കുപ്പായൊക്കെ ധരിച്ചിട്ട് എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് രാജാവിന്റെ മകനാണെന്ന് പറയാൻ മടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കാൻ മകനോട് പറയണോ. അഹ്മദുൽ ബസ്തി അഹ്മദുസ് സബ്തി റളിയല്ലാഹു അൻഹു അതാ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകും. ഹാറൂൻ റഷീദ് അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ എന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്റെ മോൻ ഇങ്ങനെ കീറിയ ഡ്രസ്സൊന്നും ധരിക്കരുത്, നല്ല ഡ്രസ്സ് ധരിക്കണം. കാരണം ഉപ്പാന്റെ ഒരു ഇസ്സത്തിന്റെ പ്രശ്നമാണ്, അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നല്ല ഡ്രസ്സ് ധരിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അഹ്മദുസ് സബ്തി മേലോട്ടിങ്ങനെ നോക്കി. അപ്പോഴതാ അവിടുന്ന് ഒരു നല്ല പക്ഷി ഇങ്ങനെ കരയുന്നുണ്ട്. ആ പക്ഷിയെ വിളിച്ചിട്ട് അഹ്മദുസ് സബ്തി പറഞ്ഞു, പക്ഷി ചെറിയ കുരുവിയാണ്, എന്റെ കയ്യിലൊന്ന് വന്നിരിക്കൂ. പറഞ്ഞു തീരുമ്പോഴേക്ക് ആ പക്ഷി പാറി വന്ന് ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ അവിടെ ഇരുന്നു. കുറച്ചു നേരം ഇരുന്നപ്പോ എന്നാ പോയിക്കോ എന്ന് പറഞ്ഞു. അതങ്ങ് പാറിപ്പോയി അവിടെ തന്നെ പോയിരുന്നു. ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ നിങ്ങൾ കൈ നീട്ടു. ഹാറൂൻ റഷീദ് കൈ നീട്ടി. ആ പക്ഷിയോട് പറഞ്ഞു, പക്ഷി ഇതെന്റെ വാപ്പയാണ്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാം, ഈ വാപ്പയുടെ കയ്യിൽ വന്നിരിക്കോ. പക്ഷി വന്നില്ല. ഒരിക്കൽ പറഞ്ഞു വന്നില്ല, 2 വട്ടം പറഞ്ഞു വന്നില്ല, 3 വട്ടം പറഞ്ഞിട്ടും പക്ഷി പാറി വന്നില്ല. സുബ്ഹാനല്ലാഹ്. അഹ്മദുസ് സബ്തി പറഞ്ഞു, ഞാൻ കീറിയ ഡ്രസ്സ് ധരിക്കുന്നത് നിങ്ങൾക്ക് രാജാവിന്റെ മുന്നിലോ വലിയ വലിയ ആളുകളുടെ മുന്നിലോ അല്ലേ പ്രശ്നം? ഞാൻ നിങ്ങളെക്കാളും വലിയ പ്രശ്നം എനിക്ക് വന്നുപോയി. വാപ്പയാകുന്ന നിങ്ങൾ എന്നെ ആ കുരുവിയുടെ മുന്നിൽ വഷളാക്കിയില്ലേ? ഞാൻ എന്റെ കയ്യിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ടൊരു കുരുവി പാറി വന്നിരുന്നു, നിങ്ങളെ മുൻകൈയിലേക്ക് കുരുവി വന്നിരുന്നില്ലല്ലോ. വല്ലാത്തൊരു മോനാണ് അഹ്മദുസ് സബ്തി. അവിടുത്തെ ദിനചര്യ എങ്ങനെയാണെന്നറിയുമോ? അവിടുന്ന് കൊട്ടാരം വിട്ടു പോകാണ്, സൂഫിയാക്കളുടെ ഇടയിൽ ജീവിക്കാണ്. എനിക്ക് കൊട്ടാരം വേണ്ട, എനിക്ക് പവർ വേണ്ട, എനിക്ക് അങ്ങനത്തെ വലിയ ഉന്നതിയൊന്നും വേണ്ട, എനിക്ക് അങ്ങനത്തെ പവറൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് എന്റെ റബ്ബാണ്, റബ്ബാണ്, റബ്ബാണ്. മഹാനായ അഹ്മദുസ് സബ്തി പോയിട്ട് ഒരു അങ്ങാടിയിൽ ചെന്നു. രാജാവിന്റെ മോനാണെന്ന് അവർക്കറിയില്ല. ജനങ്ങളോട് പറയുന്നു, എനിക്കൊരു ജോലി തരുമോ? അതാ ഒരാള് വിളിച്ചു, നീ എന്ത് ജോലി എടുക്കും? ഞാൻ നല്ല പടവ് ഇങ്ങനെ കെട്ടി നിർമ്മിക്കുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അതിനെത്രയാണ് നിനക്ക് കൂലി തരേണ്ടത്? എന്റെ വീട്ടിൽ ജോലിയുണ്ട്. പറഞ്ഞു, എനിക്ക് 1/6 ദീനാറ് തരണമെന്ന് പറഞ്ഞു. ഓ തരാം. വീട്ടിൽ കൊണ്ടുപോയി ഒരു മതില് കാണിച്ചു കൊടുത്തു.
നാലാളെടുക്കുന്ന പണി വൈകുന്നേരമാകുമ്പോഴേക്ക് അഹമ്മദ് സബത്തി എടുത്തു. സന്തോഷം കൊണ്ട് 2 ദീനാർ എടുത്ത് കയ്യിൽ കൊടുത്തു. 2 ദീനാർ എടുത്ത് കയ്യിൽ കൊടുത്തപ്പോ അഹമ്മദ് സബത്തി പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് മതി. അതെന്താണ് ഈ പറഞ്ഞത് മാത്രം മതി എന്ന് പറയാൻ കാരണം? പറഞ്ഞു, എനിക്ക് ഒരു ദിവസം ജീവിക്കണമെങ്കിൽ 1 ദീനാറിന്റെ 6-1 വേണ്ടത്. ഒരു ദിവസം എനിക്ക് ദീനാറിന്റെ 6-1 വേണം. അപ്പോൾ 1 ദീനാർ കൊണ്ട് 6 ദിവസം ജീവിക്കും. പിന്നെ 6-1 ഉണ്ടെങ്കിൽ 7 ദിവസം ജീവിക്കും. ഞാൻ ആഴ്ചയിൽ 1 ദിവസം മാത്രമേ ജോലിക്ക് പോവുകയുള്ളൂ. ബാക്കിയുള്ള 6 ദിവസം ഞാൻ എന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. മുതലാളി നാളെയും വരുമോ ജോലിക്ക്? ഇല്ല, ഞാൻ ഇനി അടുത്ത ആഴ്ച മാത്രമേ വരികയുള്ളൂ, നാളെ ഞാൻ വരൂല. അഹ്മദ് സബതി ചിന്തിക്കേണ്ട ചില പവറുള്ള മക്കളുണ്ടാകും, ചില പവറുള്ള മക്കളുണ്ടാകും. അല്ലാഹു നമ്മളെ മക്കളെയും നമ്മളെയും അല്ലാഹു നന്നാക്കി തരട്ടെ. അഹ്മദ് സബതി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് വലിയ മഹാനാണ്. ഹാറൂൻ റഷീദ് എന്ന് പറഞ്ഞ രാജാവിന്റെ മോനാണ്. കഴിഞ്ഞില്ല, പിറ്റേതാഴ്ചയതായി വീട്ടുകാരൻ കാത്തു നിന്നു. ഞാൻ അടുത്ത ശനിയാഴ്ച പണിക്ക് വരുമെന്ന് പറഞ്ഞു. ശനിയാഴ്ച മാത്രം പണിയെടുക്കുന്ന ആളായത് കൊണ്ടാണ് സബത്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച എന്നാണ് സബത്തിന്റെ അർത്ഥം. സബത്തി എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചത്തെ പണിക്കാരൻ എന്നാണ്. എല്ലാ ശനിയാഴ്ചയും ജോലിക്ക് വരും. പിറ്റേത്തെ ആഴ്ച ഈ വീട്ടുകാരൻ കാത്തു നിന്നു. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പണിയെടുത്ത ചെറുപ്പക്കാരൻ എവിടെ? അതാ വരുന്നു. മോനോട് വിളിച്ചു പറഞ്ഞത്, ഞാൻ ഇവിടെയുണ്ട്, എന്റെ കൂടെ പോരണോ? വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു വലിയ മതില് കാണിച്ചു കൊടുത്തു കെട്ടാൻ. എങ്ങനെയാണ് ഈ മതില് കെട്ടുക? കഴിഞ്ഞ ആഴ്ച ഒരാളെ പണിയെടുക്കേണ്ട സ്ഥാനത്ത് 3 ആളെ പണിയെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ കുട്ടി ഇത്രയും വലിയ പണിയെടുക്കുന്നത് എന്ന് ഈ മനുഷ്യൻ ദൂരെ മാറി നിന്ന് കണ്ടു. കണ്ടപ്പം നേരെയൊക്കെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തു. കല്ലവിടെയുണ്ട്, ഇപ്പുറത്തതാ മണ്ണുണ്ട്. ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് 1 വരി കല്ല് വെച്ചതിന്റെ ശേഷം അഹ്മദ് സബതി ഒരു മുസല്ലയെടുത്ത് ഇപ്പുറം വിരിച്ചിട്ടൊരൊറ്റ നിസ്കാരമാണ്. നിസ്കരിക്കുമ്പോൾ കല്ലുകൾ ഇങ്ങനെ പാറി വരും. എന്നിട്ടതാ നല്ല മതിലായി ഇങ്ങനെ നിൽക്കുന്നു. മണ്ണുകൾ ഇങ്ങനെ ഇടിഞ്ഞ് വീണ് സ്ഥിരം നല്ല ശരിയായി മാറുന്നു. ഇത് അല്പസമയം കണ്ടു നിന്നപ്പം മുതലാളി ഞെട്ടിപ്പോയി. ഓടിച്ചെന്ന് കെട്ടി ഇങ്ങ് പിടിച്ചു, മോനെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, നീ എന്റെ ജോലിക്കാരനാവേണ്ടവനല്ല. അല്ലാഹുവിന്റെ ഇത്രയും വലിയ വലിയാണോ നീ? കാര്യം അതാ നിങ്ങൾ കണ്ടോ? അതെ. ഉടനെ അല്ലാഹുവിനോടൊരൊറ്റ ദുആയാണ് അഹ്മദ് സബതി. അല്ലാഹുവേ, ഞാൻ നിന്റെ പൊരുത്തം കിട്ടാനാണ് എല്ലാം വലിച്ചെറിഞ്ഞു വന്നത്. പക്ഷേ നിന്റെ അരികിൽ നീ ഒരു ചെറിയ സ്ഥാനം എനിക്ക് തന്നിട്ടുണ്ട്. ആ സ്ഥാനം ജനങ്ങൾ അറിഞ്ഞു പോയാൽ പിന്നെ ഞാൻ എന്തിനാണ്? അതുകൊണ്ട് എന്നെ ഇപ്പൊ നിന്നിലേക്ക് പിടിച്ച് മരിപ്പിക്കണം. അവിടെ വീണങ്ങും മരിച്ചുപോയി. മരിക്കുന്നതിന്റെ മുമ്പ് ഈ മുതലാളിയോട് വിളിച്ചിട്ട് കയ്യിലൊരു മോതിരമുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് മുതലാളിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മോതിരം നമ്മളെ ഹാറൂൻ റഷീദ് രാജാവില്ലേ, രാജാവിന്റെ അരികിലങ്ങ് കൊടുക്കണോ. ഇങ്ങനെ ഒരാള് തന്നതാണെന്ന് പറയണം. ഇയാൾ അന്വേഷിച്ച്
മരിച്ചുപോയി. രാജാവിന്റെ കൊട്ടാരത്തിൽ കടക്കാൻ കഴിയുന്നില്ല. അവിടെ തടസ്സമാണ്, പാറാവുകാരാണ്. അവസാനം പറഞ്ഞു, എന്റെ അരികിൽ ഒരു രഹസ്യം പറയാനുണ്ട് രാജാവിനോട്, അത് നിങ്ങളോട് പറയാൻ പറ്റൂല, സമ്മതം തരണം. രാജാവ് സമ്മതം കൊടുത്തു. കേറി വന്നപ്പോ ഈ മോതിരം കൊടുക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്, ഇദ്ദേഹം നിങ്ങളോടൊരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മോതിരം തന്നിട്ടെന്ന് പറഞ്ഞ് വിഷയം പറയുമ്പോ ഹാറൂൻ റഷീദ് കരയുകയാണ്. ഇതെന്റെ മോനല്ലേ, ഇതെന്റെ മോനല്ലേ. ആത്മീയ രംഗത്ത് വലിയ പ്രഭാവമുള്ള, വലിയ മഹത്വമുള്ള, വലിയ സ്ഥാനമുള്ള, വലിയ ഉന്നതിയുള്ള, വലിയ ഉലിയാക്കന്മാരുടെ പവർ കിട്ടിയ മോനല്ലേ. അല്ലാഹു നമ്മളെ മക്കളെയും നന്നാക്കി തരട്ടെ. ചില മക്കൾക്ക് അല്ലാഹു അങ്ങനെ പവർ കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോ ഒരു ചെറിയ മോനെ കാണുകയാണ്. ആ മകനോട് നിന്റെ പേരെന്തെന്ന് ചോദിച്ചു, മിണ്ടുന്നില്ല. നിന്റെ വാപ്പയാരെന്ന് ചോദിച്ചു, മിണ്ടുന്നില്ല. നിന്റെ ഉമ്മയാരെന്ന് ചോദിച്ചു, മിണ്ടുന്നില്ല. അപ്പോഴാണ്, എന്താണ് ഈ കുട്ടി മിണ്ടാത്തത്? സലാം പറഞ്ഞിട്ട് മടക്കിയ കുട്ടിയല്ലേ. ആ സമയത്ത് കുട്ടി ഒരു പ്രതികരണമാണ്. ശൈഖ് അവറുകളോട് പറയുന്നു, ഓ ശൈഖേ, നിങ്ങളെന്തൊരാളാണ്, നിങ്ങൾ നാവ് കൊണ്ട് പറയുമ്പോ ശ്രദ്ധിക്കണ്ടേ. കലാം ഇബ്നു ആദം, കലാം ഇബ്നു ആദം കുല്ലുഹു അലൈഹി. മനുഷ്യന്റെ സംസാരം അതവന് നഷ്ടമാണ്. അധിക സംസാരങ്ങളും ഇല്ലാ ലഹു, അവനിക്ക് ഗുണത്തിനല്ല. ഇല്ലാ അംറും ബിൽ മഅറൂഫ്, ഒന്നുകിൽ നിങ്ങൾ എന്താണ്, ഒരു നന്മ കൊണ്ട് കൽപ്പിക്കലാകണം. നിങ്ങൾ ഒരാളോട് നന്മ കൊണ്ട് കൽപ്പിക്കലാവണം. അല്ലെങ്കിൽ ഒരു ചീത്ത കൊണ്ട് വിരോധിക്കലാകണം. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലലാകണം. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ വയസ്സ് കുറയായില്ലേ, താടിയൊക്കെ നരച്ചില്ലേ, നിങ്ങൾ വലിയ മഹാനല്ലേ. അല്ലാഹുവിന്റെ പൊരുത്തത്തിലെത്താൻ ശ്രമിക്കുന്ന മനുഷ്യനല്ലേ, ദിക്ർ ചൊല്ലിക്കൂടെ? എന്റെ പേര് ചോദിച്ചിട്ട് എന്ത് കാര്യമാണ്, എന്റെ നാട് ചോദിച്ചിട്ട് എന്ത് കാര്യമാണ്, എന്റെ വീട് ഏതെന്ന് ചോദിച്ചിട്ട് കാര്യം എന്താണ്, എന്റെ ഊരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ്? സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ പറയും, നീ പോടാ, എന്റെ ഉപ്പാപ്പാന്റെ വയസ്സുണ്ട്, എനിക്ക് നീ ആരാ എന്നോട് ഉപദേശിക്കാൻ? അങ്ങനെയല്ല വേണ്ടത്. നിന്റെ വലിയ കാരണവരുടെ വയസ്സുണ്ട്, എനിക്ക് നീ ആരാണടാ എന്നോട് പറയാൻ? അതല്ല വേണ്ടത്. നമ്മളോടൊരു കുട്ടിയാണ് പറഞ്ഞതെങ്കിലോ അതൊരു വലിയ കാര്യമാണെങ്കിൽ അംഗീകരിക്കണം. ആ ഒരു മനസ്സുണ്ടാകണം. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മോന്റെ കൈയിങ്ങ് പിടിച്ചു, ഒരൊറ്റ ചുംബനം കൊടുത്തു. ചുംബിച്ചിട്ട് പറഞ്ഞു, അദ്ദബ്തനീ അദ്ദബ്തനീ, മോനെ മോനെന്നെ അദബ് പഠിപ്പിച്ചു. ഇല്ല ഇല്ല ഇല്ല, ഞാനിനി ഒന്നും നാവ് കൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിലുള്ളതല്ലാതെ ഞാൻ പറയൂല, ഞാൻ അന്വേഷിക്കൂല. ഓ സഹോദരന്മാരെ, ചിലരുണ്ട്, ചില ഉമ്മമാരുണ്ട്, ഫോണ് വിളിക്കും. ആരെ? കൂട്ടുകാരിയെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അങ്ങേ തല
തലക്കുള്ള ഹലാലായ ഒരാളെയാണ് വിളിക്കുന്നത്. പക്ഷെ എന്തൊക്കെയോ പറയുകയാണ്, നാട്ടിലുള്ള വിഷയങ്ങൾ ഒന്നായിട്ട് പറയുകയാണ്. ഇത് നമ്മുടെ ദിനചര്യയാകരുത്, മറിച്ച് നമ്മൾ ദിക്ർ ചെല്ലുന്നവരാകണം. അത് കണ്ടോ, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഈ ചെറിയ മകന്റെ ഉപദേശം കിട്ടിയപ്പോൾ അവിടുന്ന് ജപനമാലയെടുത്ത്, അതാ തസ്ബീഹ് മാലയെടുത്ത്, ദിക്ർ ചെല്ലുന്ന മാലയെടുത്തിട്ട് അവിടത്തേക്കൊരു ചില്ലയുണ്ട്. ആ ചില്ലയുടെ ഉള്ളിലങ്ങ് കയറി, ഉള്ളിൽ കയറിയിട്ട് ദിക്റാ, ഒരു വാചകവും വേണ്ടാത്തത് പറയുന്നില്ല, അനാവശ്യമായ ഒരു വാക്കും പറയുന്നില്ല. അപ്പോഴല്ലേ മാലയിൽ നിങ്ങൾക്കൊരു വരി കാണാം, 40 നാളാവർ മുന്നിൽ ഹാദിർ വന്നേ, നവാലൊരു ഭാഷം ചൊല്ലില്ലയെന്നോവർ, അപ്പള് ഹാദിർ ചൊല്ലിവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ലയെന്നോവർ. 40 ദിവസം അവിടുത്തെ ഹദറത്തിലേക്ക് ദിക്ർ ചൊല്ലി ഇങ്ങനെ ഇരിക്കുമ്പോ ഖദർ അലൈഹിസ്സലാം വന്നു. ഖദർ അലൈഹിസ്സലാം അസ്സലാമു അലൈക്കും ഇങ്ങനെ നോക്കിയിട്ട് വഅലൈക്കും അസ്സലാം, ബസ് പിന്നെ ദിക്റില്ല. അപ്പൊ ഖദർ അലൈഹിസ്സലാം മനസ്സിലാക്കി ഇന്നെന്തോ വലിയ റിയാദയിലാണ്, നമ്മൾ പോവുക, നാളെ വരാം എന്ന് കരുതി പിറ്റേന്ന് വന്നു. അസ്സലാമു അലൈക്കും, സലാം ചൊല്ലിയാൽ മടക്കണം. വഅലൈക്കും അസ്സലാം, മടക്കുന്നു, പിന്നൊന്നും പറയുന്നില്ല, ഇന്നും ദിക്റിലാണ്. അങ്ങനെ 40 നാളാവർ മുന്നിൽ ഹാദിർ വന്നു. 40 ദിവസം ഖദർ അലൈഹിസ്സലാം വന്നു. നവാലൊരു ഭാഷം ചൊല്ലിയില്ലയെന്നോവർ, നാവ് കൊണ്ടൊരു വാചകം പറയുന്നില്ല. നമ്മളേറ്റവും ശ്രദ്ധിക്കേണ്ടത് നാവാണ്. മൻ ഹസബ കലാമഹു മിൻ അമലിഹി കല്ല കലാമുഹു ഇല്ലാ ഫീമാ യഅനി. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മൾ മൻ ഹസബ കലാമഹു മിൻ അമലിഹി, ഒരാളുടെ പ്രവർത്തനത്തിൽ അവന്റെ സംസാരം എന്താണ് ഞാൻ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. നമ്മൾ അല്ലാഹു തന്ന നാവല്ലേ ഇഷ്ടം പോലെ പറയാനുള്ളതല്ല. മൻ യദ്മൻ ലീ മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖദൈഹി അദ്മൻ ലഹുൽ ജന്നah. റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗ്ഗം വേണോ? 2 കാര്യം നിങ്ങൾ എന്നോട് ജാമ്യം നിന്നാൽ മതി. ഒന്ന് എന്താണ്? എന്റെ നാവ് കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടുന്നതല്ലാതെ ഞാൻ പറയൂല. എനിക്ക് ജാമ്യം നിൽക്കണം. എന്താണ്? എന്റെ നാവ് കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടുന്നതേ ചെയ്യൂ. രണ്ടാമത്തത്, ഞാൻ എന്റെ ഗുഹ്യ സ്ഥാനം ഒരു ഹറാമും ചെയ്യൂല, അതുകൊണ്ട് വ്യഭിചരിക്കൂല, ഒരു തോന്നിവാസം ചെയ്യൂല, എന്നാൽ ഞാൻ അവനിക്ക് സ്വർഗം കൊടുക്കുമെന്നാണ്. അപ്പൊ നമ്മൾ ജാമ്യം നിൽക്കണം. നമ്മൾ സംസാരിക്കുമ്പോ അതാ കല്ല കലാമോ ഇല്ലാ ഫീമാ യഅനി, ആവശ്യമുള്ളതല്ലാത്തത് പറയരുത്. 40 ദിവസം ഖദർ അലൈഹിസ്സലാം വന്നിട്ടോ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വേറൊന്നും പറയുന്നില്ല. ഇതെന്തൊരു ഗൗരവമുള്ള വിഷയമാണ്. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ ദിനചര്യയിൽ ശരിക്ക് കേട്ടോളൂ. ഇന്ന് രാത്രി പോയി ഉറങ്ങും, നാളെ രാവിലെ ഉണരും. അല്ലാഹു നല്ല ഉണർച്ച തരട്ടെ. ഉണരണം. നമുക്ക് നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവേ ഞാൻ മരണപ്പെട്ടു പോയില്ലല്ലോ. രാത്രി എത്ര ആളുകൾ മരിച്ചുപോയി. ഞാൻ ഒരു 5 ദിവസം മുമ്പ് കാന്തപുരത്തായിരുന്നു. അതിന്റെ പരിസരത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ അമ്മായി കുറഞ്ഞ ദിവസം മുമ്പ് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നതാണ്, മരിച്ചുപോയി. അന്ന് തന്നെ എന്നോട് 3 ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നല്ല ചെറുപ്പക്കാരൻ അതുപോലെ മരിച്ചുപോയി.
ഒരു പക്ഷേ ഇന്ന് രാത്രി നാളെ നേരം വെളുത്താൽ ഞാനും നിങ്ങളും അങ്ങ് മരിച്ചു പോകും, നമുക്കറിയില്ല. അല്ലാഹു നമുക്ക് അവന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് തരട്ടെ. പക്ഷേ ഞാൻ പറയുന്നു, നാളെ രാവിലെ നേരം വെളുത്താൽ അത് അല്ലാഹു തന്ന വലിയൊരു നിഅമത്തല്ലേ, അല്ലാഹു തരുന്ന വലിയൊരു അനുഗ്രഹമല്ലേ. അതാ നമ്മൾ നേരം വെളുത്തപ്പോൾ കൈ പൊക്കാൻ കഴിയാത്തവരായി എത്ര ആളുകളെ കാണുന്നുണ്ട്. അല്ലെങ്കിലോ സംസാരിക്കാൻ കഴിയാത്തവരായി എത്ര ആളുകൾ മാറുന്നുണ്ട്. അതാ കണ്ണ് കാണാത്തവരായി എത്ര ആളുകൾ നേരം വെളുക്കുന്നുണ്ട്. ഇതൊന്നും സംഭവിക്കാതെ നമുക്കിങ്ങ് അല്ലാഹു ഉണർച്ച തന്നാൽ ഉടനെ പറഞ്ഞുകൊള്ളണം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞുകൊള്ളണം. ഇത് പറയണമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇനി മറ്റൊരു ഹദീസ് കൂടെയുണ്ട്, മറ്റൊരു ദിക്ർ കൂടെയുണ്ട്, പഠിച്ചു വെച്ചോളൂ. ഇബ്നു സുന്നി റഹിമഹുല്ലാഹ് അവിടുത്തെ അമലുൽ യൗമി വൽ ലൈല, ഒരു മനുഷ്യന്റെ ദിനചര്യകളിൽ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടുന്നത്, രാവിലെ ഉറക്ക് തെളിയുമ്പോ നിങ്ങൾ ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ ഇന്നത്തെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തന്നു. ഏതാണ് ദിക്ർ? ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ അബ്ദിൻ യഖൂലു ഹീന റദ്ദല്ലാഹു ഇലൈഹി റൂഹഹു. ഒരു മനുഷ്യൻ രാവിലെ ഉറക്കിൽ നിന്ന് ഉണരാൻ അല്ലാഹു അവസരം തന്നു. നമ്മൾ വഅദ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും ഒരു ആഖിറത്തിൽ നാളെ മുന്നേറാനുള്ളത് നമുക്ക് കിട്ടേണ്ടതുണ്ട്. നിങ്ങളതാ ഒരു ദിക്ർ കൂടെ പഠിച്ചു വെച്ചോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു മനുഷ്യൻ നേരം വെളുത്താൽ അവന്റെ ആത്മാവ് ഉറങ്ങുമ്പോൾ അല്ലാഹു പിടിക്കുന്നുണ്ട്. അത് തിരിച്ചു കൊടുക്കുന്ന പിടുത്തമാണ്. അതുകൊണ്ടാണ് മരിക്കാത്തത്. എന്നാലും മരണം ഉറക്കി ഒരു മരണമാണ്. ആ രൂപത്തിൽ റൂഹിനെ തിരിച്ചു തന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഓർമ്മയില്ലേ? ഈ ദിക്ർ മറന്നു പോ. ഒന്നുകൂടെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നിങ്ങളൊക്കെ ഇന്ന് പോയി ഒരു കടലാസിൽ എഴുതി നിങ്ങളെ ഉറങ്ങുന്നതിന്റെ ആ ബെഡിന്റെ പരിസരത്ത് ഒട്ടിക്കണം. എന്താണ് അതിൽ എഴുതേണ്ടത്? ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ചൊല്ലേണ്ട ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്താണ് ആ ദിക്റിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല, വഹ്ദഹു അവനേകനാണ്, ലാ ശരീക ലഹു അവനിക്കൊരു കൂട്ടുകാരനുമില്ല, ലഹുൽ മുൽക്കു എല്ലാ അധികാരവും അല്ലാഹുവിനാണ്, വലഹുൽ ഹംദു എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അവൻ എല്ലാ വസ്തുവിന്റെ മേലും കഴിവുള്ളവനാണ്. ഈ ദിക്ർ നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോ പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇല്ലാ ഗഫറല്ലാഹു ലഹു ദുനൂബഹു. ഈ ദിവസം വരെ നമ്മൾ ചെയ്തു പോയ എല്ലാ ചെറുദോഷവും അല്ലാഹു പുറത്തു തന്നു. വലൗ കാനത് മിസ്ല ദുബദിൽ ബഹരി, അത് സമുദ്രത്തിൽ ഇങ്ങനെ തിരമാല അടിക്കുമ്പോ, സമുദ്രത്തിൽ തിരമാലകൾ ഇങ്ങനെ അടിക്കുമ്പോ അതാ പതഞ്ഞു വരുന്ന വലിയ പതകളിലെ ആ പതയുടെ ഗണ്ണം കണക്ക് തെറ്റുണ്ടെങ്കിലോ, ആ പതയുടെ ഗണ്ണം കണക്ക് നമ്മൾ ഹറാമുകൾ ചെറുദോഷങ്ങൾ ചെയ്തു പോയെങ്കിലോ, ഈ ഒരൊറ്റ ദിക്റോടുകൂടെ അല്ലാഹു പുറത്തു തന്നിത് പറയുന്നത് അസ്സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്ന് സലാത്ത് ഉച്ചത്തിൽ ചൊല്ലു, മുഹമ്മദുർ റസൂലുള്ളാഹി.
ഓ അപ്പമാരെ ഉമ്മമാരെ എന്റെ വയല് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഇത് നിങ്ങൾ പതിവാക്കണം. പതിവാക്കിയാൽ നമ്മൾ പ്രാഥമികമായി നമ്മളതാ ഓർക്കിൽ നിന്ന് ഉണരുമ്പോ ആദ്യമായി തന്നെ നമ്മൾ ഫ്രഷ് ആയി, നമ്മൾ നല്ല ഹാപ്പിയായി, അല്ലാഹുവിന്റെ അരികിൽ സ്ഥാനമുള്ളവരായി, നമ്മൾ ദോഷങ്ങൾ പൊറുപ്പിച്ചവരായി. ഇനി നമ്മളെക്കാൾ പവറുള്ളവർ ആരാണുള്ളത്? ഇത് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ? വിരിപ്പിൽ നിങ്ങൾ ഉണർന്നാൽ ആ വിരിപ്പൊക്കെ ഒന്നങ്ങ് മടക്കി വെച്ചേക്കണം. രാവിലെ ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും അവന്റെ വീട്ടിലേക്ക് വന്നാൽ അവൻ എപ്പോഴും മരിക്കാനുള്ള ഒരുക്കം നടത്തിയതുപോലെ ഉണ്ടാകണം. ഉമ്മമാരോട് ഞാൻ പറയുന്നു, ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്. രാത്രി ഭക്ഷണം കഴിച്ചാൽ ആ കഴുകുന്ന വെള്ളം, പാത്രങ്ങൾ കഴുകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്താ ഇവിടെ പറയാ, ബേസിനിൽ ഉമ്മമാര് ശ്രദ്ധിക്കാൻ പറയുന്നു. ബേസിനിൽ എങ്ങനെ ആ പാത്രങ്ങളൊക്കെ രാവിലെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി ഉറങ്ങും. പറ്റൂല. അത് ഒരു റഹ്മത്തിന് തടസ്സമാണ്. ഉമ്മമാര് ഉറങ്ങുമ്പോ അത് കഴുകി വെച്ചിട്ടേ ഉറങ്ങാവൂ. ചില ഉപ്പമാരുണ്ടെന്ത്, ഉറക്ക് തെളിഞ്ഞാല് ആ പുതപ്പൊക്കെ ഭാര്യ മടക്കി വെച്ചോട്ടെ, പിന്നെ മടക്കി വെക്കാലോ. അല്ല, ഉറക്ക് തെളിഞ്ഞാൽ ഉടനെ ആ പുതപ്പും ആ സാധനങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയിൽ മടക്കി വെക്കണം. ഞാൻ എന്റെ മുതഅല്ലിമീങ്ങൾ അത് പഠിപ്പിക്കാറുണ്ട്. എന്താ കാരണം? ഞാൻ അവരോട് പറയും, ഇത് നിങ്ങളെ ഉമ്മമാര് ചിലപ്പോ ചെയ്യാറുണ്ടാകൂല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്ത് വേണം, നിങ്ങൾ 4 ദിവസം ലീവിന് ചെന്നാൽ ഇത് ചെയ്യുമ്പോ ഉമ്മമാരിത് കണ്ടാൽ ഉമ്മമാരത് ചെയ്ത് പഠിക്കും. രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് നോക്കുമ്പോ മോൻ ഇന്നലെ ഉറങ്ങിയത് പോലും ഉമ്മ കാണൂല. കൃത്യമായി അത് മടക്കി വെച്ചിട്ടുണ്ടാകും. അതാണ് നമ്മൾ എപ്പോഴും ഉറക്ക് തെളിഞ്ഞ് തിരിഞ്ഞു വീട് നമ്മളും മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഉമ്മമാരതാ കഴുകേണ്ട പാത്രങ്ങൾ അവിടെ വെച്ച് മരിച്ച് നാളെ രാവിലെ ഒരു പക്ഷേ ഉണരുമ്പം മരിച്ചാൽ ആളുകൾ ഇങ്ങനെ പറയും, ആ പെണ്ണ് പാത്രം പോലും കഴുകിയിട്ടില്ല. അത് പറ്റൂല. നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് മാത്രമേ കിടന്നുറങ്ങാവൂ. നമ്മൾ പഠിക്കേണ്ട ഒരു ചര്യയാണത്. ഉറക്ക് തെളിഞ്ഞു ബെഡൊക്കെ ആ പുതപ്പൊക്കെ മടക്കി വെച്ച് നമ്മള് ബ്രഷും എടുത്ത് പോവുകയാണ്. ഒരു ബ്രഷ് ചെയ്യുമ്പോ എത്ര സുന്നത്താണുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ അറാക്ക് കൊണ്ട് പല്ല് തേച്ചിട്ടുണ്ട്. വിരല് കൊണ്ട് പല്ല് തേക്കരുത്. ചിലരുണ്ട് ഉമിക്കരി പോലത്തെ ചില പൊടികൾ ഉപയോഗിച്ച് വിരല് കൊണ്ട് പല്ല് തേക്കുന്നവർ. വിരല് കൊണ്ടല്ല പല്ല് തേക്കേണ്ടത്, മറ്റെന്തെങ്കിലും ഒരു ഉരമുള്ള സാധനം കൊണ്ടാണ് പല്ല് തേക്കേണ്ടത്. നമ്മൾ ബ്രഷ് കൊണ്ടാണ്. പക്ഷേ ബ്രഷും അമിതമായി കോസ്റ്റുള്ളത് നന്നില്ല. കാരണം നമ്മുടെ ഊനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേറിപ്പോകും. ഇസ്ലാമിന്റെ നിയമമാണ്, ബ്രഷ് ചെയ്യുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഊനിന് കേട് വരാത്ത രൂപത്തിലാണ് ബ്രഷ് ചെയ്യേണ്ടത്. ആ ബ്രഷ് എങ്ങനെയാണ് പിടിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബ്രഷ് പിടിക്കാനുള്ള വഴി കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഹദീസ് നോക്കി അത് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ബ്രഷ് തേക്കരുത്. നമ്മളൊക്കെ തേക്കൽ എങ്ങനെയാണ്? ഇങ്ങനെ പിടിച്ചാണ് തേക്കൽ. അങ്ങനെയല്ല തേക്കേണ്ടത്. തേക്കേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ടാണ്. അതായത് 3 വിരലിന്റെ മുകളിൽ ബ്രഷ് വെക്കുക. എന്നിട്ട് അങ്ങേ തലക്കും ഇങ്ങേ തലക്കുമുള്ള ആ വിരലുകൾ ആ ബ്രഷിന്റെ മുകളിൽ വെക്കുക. എന്നിട്ടാണ് തേക്കേണ്ടത്. അങ്ങനെയാകുമ്പോ അതിനൊരുപാട് ഉപകാരമുണ്ടെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഇങ്ങനെ തേച്ചാൽ ഊനിന് അമിതമായ പ്രസ് വരും. ഇങ്ങനെ തേച്ചാൽ അങ്ങനെയില്ല, ഒരു ബാലൻസ് കൃത്യമായി കിട്ടും. ഇങ്ങനെയാണ് പല്ല് തേക്കേണ്ടത്. ഒരു മുസ്ലിമായ മനുഷ്യൻ അത് പല്ല് തേക്കേണ്ടത് ബ്രഷാക്കി അങ്ങ് തേച്ചുവിടലല്ല, എങ്ങനെയെങ്കിലും അങ്ങ് തേക്കലല്ല. ആദ്യം വേണ്ടത് വലത് ഭാഗം തേക്കലാണ്. അത് മുകൾ ഭാഗവും അടിഭാഗവും തേച്ചതിന്റെ ശേഷം, അതിന്റെ ഉള്ളും പുറവും തേച്ചതിന്റെ ശേഷം പിന്നെ ഇടത് ഭാഗത്തേക്ക് പോകലാണ്. അത് മുകൾ ഭാഗം തേക്കലാണ്. എന്നിട്ട് അടിഭാഗം തേക്കലാണ്. ഉള്ളും പുറവും തേക്കലാണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലം തേക്കലാണ്. നമ്മളൊക്കെ ചിലരെ കാണാം, ബ്രഷ് എടുത്തിട്ട് ആദ്യം മുൻഭാഗം മാത്രം ഇങ്ങനെ റെഡിയാക്കും. എന്നിട്ട് അകത്തുള്ളതോ ഉള്ളിലൊന്നും തേക്കൂല. അല്ല, ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത്. ഇസ്ലാം
ഇസ്ലാം എന്തൊരു മതമാണ് ജനങ്ങളെ. നമ്മളെ നേതാവ് എന്തൊരു മാർഗമാണ് കാണിച്ചത്. പക്ഷേ നമ്മളത് പഠിക്കാൻ തയ്യാറില്ല, നമ്മളത് പഠിച്ച് ജീവിക്കാൻ തയ്യാറില്ല. വരൂ, നമുക്ക് കുറെ വിഷയങ്ങൾ പറയാനുണ്ട്. ഞാൻ സയ്യിദ് അവറുകൾ വന്നാൽ എന്റെ വാത് നിർത്തും. ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്തു, വായ വൃത്തിയാക്കി. ബ്രഷ് ചെയ്യുമ്പോ പല്ല് മാത്രം തേച്ചാ പോരാ, ചിലര് ടൺ ക്ലീനർ ഉപയോഗിച്ച് നാവ് പഠിക്കലാണ്. നാവ് പഠിക്കലല്ല സുന്നത്ത് കേട്ടോ, നാവ് തേക്കലാണ് സുന്നത്ത്. ബ്രഷ് കൊണ്ട് നീളത്തിൽ തേക്കണം, പല്ലിനെ വീതിയിലും തേക്കണം. പല്ല് തേക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. ബിസ്മി ചൊല്ലി പല്ല് തേക്കുന്നു, ബ്രഷ് ഇങ്ങനെ പിടിക്കുന്നു, വലത് ഭാഗം തേക്കുന്നു, ശേഷം അടിഭാഗം തേക്കുന്നു, ഉൾഭാഗം തേക്കുന്നു, ഇടത് ഭാഗം തേക്കുന്നു. അങ്ങനെ എത്ര സുന്നത്താണ്. നാവ് നീളത്തിൽ തേക്കുന്നു, അതൊരു സുന്നത്താണ്. ഈ സുന്നത്തുകളൊക്കെ നമ്മൾ ചെയ്തു. നേരം വെളുക്കുമ്പം തന്നെ എത്ര കൂലിയാണ്. ഇനി ടോയ്ലറ്റിലേക്ക് പോവുകയാണ്, ഇടത് കാലെടുത്ത് വെച്ച് പോകണം. ചില സ്ഥലങ്ങളിലൊക്കെ, ചില വലിയ വലിയ വീടുകളിലൊക്കെ ചെന്നാൽ കാണാം ടോയ്ലറ്റിൽ ഒരു ചെരുപ്പുണ്ടാകൂല. ഓ, നല്ല ടോയ്ലറ്റ് ആണ്, നല്ല നല്ല വൃത്തിയിൽ കഴുകിയിട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ വൃത്തിയില്ല. എന്താ എന്ത് വന്നാലും ടോയ്ലറ്റിൽ ചെരുപ്പ് ഉപയോഗിക്കാതെ കേറരുത്. 1.5 ലക്ഷത്തിന്റെ അല്ലെ 3 ലക്ഷത്തിന്റെ ടോയ്ലറ്റ് ആണ്. അതിലൊരു 100 രൂപയുടെ ചെരുപ്പില്ലാത്ത ചില ആളുകൾ, പാവങ്ങള്, അത് പറ്റൂല. ആ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഒരു ചെരുപ്പ് ധരിക്കാതെ പോകരുത്. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ തലമറക്കാതെ പോകരുത്. പള്ളിയിൽ നമ്മൾ കയറുമ്പോ അവിടെ മുന്നിൽ ഒരു കുറെ തൊപ്പിയുള്ള ഒരു കൊട്ടയുണ്ട്. നിങ്ങൾ നാളെ പോയിട്ടൊരു തൊപ്പി വാങ്ങണം. എന്തിന്? ബാത്റൂമിന്റെ പുറത്തൊരു കുളത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ കൊളത്തിയിടണം. എന്തിനാന്നറിയോ? വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ ബാത്റൂമിലേക്ക് കടക്കുമ്പോ തലയിൽ വെക്കാനാണ്. കാരണം അതിലൊരുപാട് ഫായിദകളുണ്ട്, ഒരുപാട് ഉപകാരങ്ങളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. കാരണം തലമറച്ചാൽ, തലയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? തലയെന്ന് പറഞ്ഞാൽ അതിന്റെ നടുവിൽ ഒരു സാധനമുണ്ട്. മൂർദാവ് എന്നാണ് അതിന് മലയാളത്തിൽ ഞങ്ങൾ പറയാറുള്ളത്. നിങ്ങളെ ഭാഷ എനിക്കറിയില്ല. എന്നാൽ ഈ നടുവിൽ മൂർദാവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ നിങ്ങൾ ചെറിയ കുട്ടികളെ നിങ്ങൾ നോക്കൂ. പ്രസവിച്ച ഉടനെയുള്ള കുട്ടികള് ശ്വാസം ഇങ്ങനെ കഴിക്കുമ്പോ മൂർദാവ് ഇങ്ങനെ പൊന്തും താവുകയും ചെയ്യും. എന്താ കാരണം? നമ്മളെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില അവയവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹാർട്ട്, അതിൽപ്പെട്ട മറ്റൊന്നാണ് മൂർദാവ്, അതിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മളെ കാലിന്റെ നിലത്ത് കൊള്ളാത്ത ഭാഗം. നിലത്ത് കൊള്ളാത്ത ഭാഗം അല്ലാഹ് വെറുതെ അറിവില്ലാണ്ട് അങ്ങനെ ആക്കിയതൊന്നുമല്ല. എല്ലാ സമയത്തും കാലിന്റെ ആ നടുവിലെ ഭാഗം കല്ലിന് കൊള്ളാൻ പാടില്ല. അങ്ങനെ കൊണ്ടാൽ നമ്മുടെ ശരീരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ വരും. എന്നാലും ഒന്ന് കൊള്ളണം. രാവിലെയൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് മണ്ണിലൂടെ കല്ലിലൂടെയൊക്കെ ഒന്ന് നടക്കണം. നടന്നാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകൂല. കാരണം എന്തേ? അവിടെയുള്ള നരമ്പുകൾക്കൊന്ന് പ്രസ്സിങ് കൊടുത്താൽ. ഇപ്പൊ നിങ്ങൾക്ക് നാച്ചുറൽ ചികിത്സകൾ കാണാം. നാച്ചുറൽ ചികിത്സകളിൽ അവരൊരു മുള്ളുള്ള കമ്പി പോലത്തെ ഒരു സാധനം കൊടുക്കും. രാവിലെ നിങ്ങൾ ഇതിന്റെ മുകളിൽ ഒരു 15 മിനിറ്റ് തുള്ളിയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവൂല, തലവേദന ഉണ്ടാകൂല. എന്താ കാരണം എന്നറിയോ? നമ്മളെ കാലിന്റെ ഈ നരമ്പുകൾ, അവിടെയുള്ള മസിലുകൾക്ക് നമ്മൾ ഇങ്ങനെ പ്രസ്സിങ് കൊടുത്താൽ ആരോഗ്യമുണ്ടാകും, രോഗങ്ങളില്ലാതിരിക്കും. പക്ഷേ ആ സ്ഥലത്ത് നമ്മൾ അതിലൂടെ കൂടുതൽ എളുപ്പത്തിൽ ബാക്ടീരിയകൾ, രോഗാണുക്കൾ ഉള്ളിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നജസ് ചവിട്ടരുത്, നജസ് ചവിട്ടരുത്. ഇവിടെ ഒരു കാഷ്ടം കണ്ടു, ആ കാഷ്ടത്തിൽ ചവിട്ടല് കറാഹത്താണ്. അതിലൂടെ കാഷ്ടത്തിൽ ചവിട്ടിയാലേ നടന്നു പോകാൻ കഴിയോ? എന്നാൽ അത് നടന്നു പോകണം. പക്ഷേ അവിടെ എത്തിയാൽ വെള്ളം കണ്ടാൽ ഉടനെ കഴുകിക്കൊള്ളണം.
അല്ലെങ്കിൽ മണ്ണിലൊരച്ച് നജസ് പോക്കിക്കൊള്ളണം. എന്തിനാണ് അങ്ങനെ ഒരു നിബന്ധന പറഞ്ഞത് ഇസ്ലാം? നമ്മളെ ശരീരത്തിൽ നജസുകൾ സംഭവിച്ചാൽ രോഗങ്ങൾ ഉണ്ടാകും. ഇസ്ലാം വലിയ വൃത്തി പഠിപ്പിച്ച മതമാണ്. അസ്ബറു നിസ്ഫുൽ ഈമാൻ. ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. ക്ഷമ ഈമാനിന്റെ പകുതിയാണെന്ന് പറഞ്ഞ അതേ ഇസ്ലാമാണ് പറയുന്നത് അത്ഹൂറു ശത്റുൽ ഈമാൻ. ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. ശുദ്ധിയും ഈമാനിന്റെ പകുതിയാണ്. വൃത്തിയും ഈമാനിന്റെ പകുതിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മൂത്രപ്പുരയിലേക്ക് ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോ ചെരുപ്പ് ധരിക്കണം, തല മറക്കണം. എന്തിനാണെന്നറിയുമോ? ചെരുപ്പ് ധരിക്കുന്നത് ഈ കാലിന്റെ ഇതിലൂടെ. നമ്മളെ അപ്പുറത്ത് ഉമ്മാമാക്കൊരസുഖമുണ്ട്. എന്താ അസുഖം? ഉമ്മാമാക്ക് TV ആണ്, അല്ലെ ഉപ്പാക്കൊരസുഖമുണ്ട്. ഉപ്പാക്ക് എന്താണ്? TV ആണ്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു അസുഖമാണ്. അല്ലാഹ് നമ്മളെയൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ നന്നായി ചിന്തിക്കേണ്ടത്, ആ ഒരു ടോയ്ലറ്റിൽ ഇപ്പൊ മൂത്രമൊഴിച്ചു പോയ ആളിൽ നിന്നുള്ള ബാക്ടീരിയ ഉണ്ട് അവിടെ. ആ ബാക്ടീരിയ നമ്മളെ ശരീരത്തിൽ കടക്കും. അത് മൂക്കിലൂടെ കടക്കുമ്പോ അതിനെ പ്രതിരോധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് വെച്ചിട്ടുണ്ട്? മൂക്കിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പ്രസ്സിങ്, ഒരു നല്ല ഫയറിങ് കൊടുക്കുന്നുണ്ട്. മൂക്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ ഉണ്ടോ തിരിയാണെങ്കിലേ നിങ്ങൾ ഇന്ന് പോരെ പോവാ. എന്നിട്ട് ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു നൂലെടുക്കുക, എന്റെ ഒന്ന് മൂക്കി കുത്തി വെക്കും. അപ്പൊ കാണുക എന്താ കാണാ? അങ്ങനെ കുത്തി എന്താ ഉണ്ടാകാ? ഞങ്ങൾ ചെറുപ്പത്തിൽ പറയില്ല, ആട്ടർച്ചി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരൊറ്റ അടിയാണ്. എന്തിനാ അടിക്കുന്നത്? അള്ളാഹുവിടെ മൂക്കിന്റെ ഉള്ളിൽ, തരിമൂക്കിന്റെ അടിയിൽ ഒരു പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. ഒരു മിലിറ്ററിയെ സംവിധാനിച്ചിട്ടുണ്ട്. ആ മിലിറ്ററിയോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ടൊരു വസ്തുവിനെയും കടത്തി പോകരുത്. അങ്ങനെ വന്നാൽ എല്ലാ സ്ഥലവും കൂടെ ഒന്നായിട്ട് അറ്റാക്ക് ചെയ്ത് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചെറിഞ്ഞു കളിയും. അതുകൊണ്ട് മൂക്കിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എന്താവൂല, കടക്കൂല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞു, ശ്വാസം വിടണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാമിൽ. മൂത്രപ്പുരയിൽ പോയാൽ, ടോയ്ലറ്റിൽ പോയാൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കുന്നത് പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മൂത്രപ്പുരയിൽ കയറിയാൽ ശ്വാസം കഴിക്കാൻ പാടില്ല. എവിടെയെങ്കിലും എഴുതി വെക്കാറില്ല. എന്താ എഴുതി വെക്കാറുള്ളത്? മൂത്രപ്പുരയിൽ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ ഈ ബാക്ടീരിയ നമ്മളെ വായിലൂടെ ഉള്ളിൽ കടക്കും. അപ്പൊ നമുക്ക് രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്ത് ഇപ്പം പോയ ആള് വലിയ രോഗമുള്ള ആളാണ്. അദ്ദേഹം മൂത്രമൊഴിക്കുമ്പോ ഒരുപാട് ബാക്ടീരിയകൾ മൂത്രത്തിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ആ ബാക്ടീരിയകൾ നമ്മളെ വായിലൂടെ ഉള്ളിൽ കടക്കും. മിണ്ടരുത്. അത് കടക്കാതിരിക്കാനാണ് സംസാരിക്കരുത്. ചിലര് പോയിരുന്നിട്ട് അപ്പുറത്തുള്ളവനോട് വെള്ളിയാഴ്ച ജുമുഅക്ക് ഇങ്ങ് വരികയാണ് 10-12 എന്നിട്ട് ചോദിക്കാണ്, ഇന്ന് നീ മത്സ്യം വാങ്ങിനോ? മൂത്രപ്പുരയിൽ ഇരുന്നിട്ടാ സംസാരം. നീ മത്സ്യം വാങ്ങാനും നീ ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വലിയ രോഗാണുക്കളാണ്. ശ്രദ്ധിച്ചു കൊള്ളണം. രോഗാണുക്കൾ നിന്റെ വായിലേക്ക് നീ കടത്തരുത്. ഇസ്ലാമിക ചര്യയാണ്. കഴിഞ്ഞില്ല. ഇനി അതേപോലെ രോഗാണുക്കൾ കൂടുതൽ കടക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ മൂർദാവ്. മുടിയുണ്ടായിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ കൈ പോലെയല്ല മൂർദാവ്, കാല് പോലെയല്ല മൂർദാവ്. എന്തേ, നിങ്ങൾ ഒരു മണിക്കൂർ പോയി കാല് കൈ ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് നോക്കൂ, ജലദോഷം പിടിക്കോ? ഒരു മണിക്കൂർ ഇങ്ങനെ നമ്മളെ കൈ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ വെച്ച് ഹൗദർ ഇങ്ങനെ മുക്കി, ജലദോഷം പിടിക്കോ? നമുക്ക് ജലദോഷം പിടിക്കൂല. എന്നാൽ നിങ്ങൾ തലയിലൊന്ന് വെള്ളാക്കി വെക്കും ഒരു മണിക്കൂർ. പിറ്റേന്ന് മൂക്കിൽ ഒലിക്കാൻ തുടങ്ങും. ഏതിലൂടെയാണ് അങ്ങ് കടന്നത്? വെള്ളം നമ്മളെ മൂർദാവിലൂടെയാണ്. മൂർദാവ് ലോലമാണ്. അതിലൂടെ രോഗാണുക്കൾ കടക്കാൻ സാധ്യതയുണ്ട്. ഇസ്ലാം പറഞ്ഞു പറ്റൂല. നിങ്ങള് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തലമറക്കാതെ നിങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല. ടോയ്ലറ്റിലേക്ക് കടക്കാൻ പാടില്ല. ടോയ്ലറ്റിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഒരു ദിക്ർ ചൊല്ലേണ്ടതുണ്ട്. എന്താണ് ദിക്ർ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ലോകത്ത് ഇന്ന് സ്ത്രീകൾക്ക് അസ്ഥി ഒരുക്കും
ഒടുക്കം, വെള്ളപ്പോക്ക് തുടങ്ങിയ അസുഖങ്ങളാണ്. പുരുഷന്മാർക്കും മക്കളുണ്ടാകാതിരിക്കുക തുടങ്ങിയുള്ള ലൈംഗിക രോഗങ്ങളാണ്. ഈ രോഗങ്ങളിൽ 70% വരുന്നത് എങ്ങനെയാണ്? അത് പിശാചാണ്, പിശാചാണ്, പിശാചാണ്. പിശാചിൽ നിന്ന് അത്തരം രോഗങ്ങൾ വരാതിരിക്കണോ? ഇന്ന് മുതൽ ടോയ്ലറ്റിന്റെ പുറത്ത് എഴുതി വെച്ചോളൂ, മറന്നു പോകുമെങ്കിൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ആ ദിക്റങ്ങ് ചൊല്ലിയാൽ പിശാച് നമ്മളിലേക്ക് അടുക്കൂല. അങ്ങനെ നമ്മൾ അത് ചൊല്ലിയിട്ട് അങ്ങ് കടക്കുമ്പം ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് കടക്കണമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഹാദിഹിൽ ഹുശൂശു മുഹ്തദിറ, ഹാദിഹിൽ ഹുശൂശു മുഹ്തദിറ. അതാ നിങ്ങളുടെ ടോയ്ലറ്റിന്റെ പരിസരത്ത് കുറേ രോഗാണുക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൈശാചികതയുള്ള വസ്തുക്കൾ കാത്തു നിൽക്കുന്നുണ്ട്. ഫൈദാ ദഖല അഹദുകുമുൽ ഖലാ, നിങ്ങൾ ടോയ്ലറ്റിൽ കടക്കുകയാണെങ്കിൽ ഫല്യഖുൽ ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് കടന്നാൽ ഈ ഒരു രോഗാണുക്കളും നിങ്ങളിലേക്ക് വരൂല. രണ്ടാമത്തത്, നമുക്ക് നമ്മളെ പിശാചിന്റെ നോട്ടം വരും. പിശാചി നമ്മളെ ശരീരത്തിലേക്ക് ഗുഹ്യസ്ഥാനത്തിലേക്ക് നോക്കും. ആ നോട്ടം വന്നാൽ പിശാചിന്റെ നോട്ടം വലിയ ഫലം ചെയ്യും. നിങ്ങൾ കണ്ടില്ല, മനുഷ്യന്മാരെ കണ്ണുകൊണ്ട് നോക്കിയാൽ വഖദ് ഖീല ഇന്നൽ ഐന ഹഖ്ഖും മിനൻ നബി വകം സാറ മിൻ ഇൻസാനി ബിൽ ഐനി ഫിൽ ഖബരി. ചില മനുഷ്യന്മാരെ കണ്ണുകൊണ്ട് നോക്കിയാൽ ആള് മരിച്ചു പോകും, കണ്ണുകൊണ്ട് നോക്കിയാൽ ആളങ്ങ് മരിച്ചു പോകും. എന്നാൽ പിശാചിന്റെ നോട്ടം വന്നാൽ ആളുകൾക്ക് രോഗം വരും. അതാ ഗുഹ്യസ്ഥാന രോഗങ്ങൾ വരും, മക്കളുണ്ടാകൂല. സ്ത്രീകൾക്ക് അസ്ഥിയൊരുക്കം, വെള്ളപ്പോക്ക് തുടങ്ങിയുള്ള വലിയ വലിയ രോഗങ്ങൾ വരും. വരാതിരിക്കണോ? മുത്തുനബി തങ്ങളാണ് പറഞ്ഞത്, സിത്റുമാ ബൈന അയ്യുനിൽ ജിന്നി വഔറാത്തി ബനി ആദം. ഒരു മനുഷ്യന്റെ അവയവങ്ങൾ ഗുഹ്യസ്ഥാനങ്ങളും അതേപോലെ പിശാചിന്റെ കണ്ണും തമ്മിൽ മറയിടാനുള്ള വഴി എന്താണ്? ഇത് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചില്ലേ ജനങ്ങളെ? എന്താണ് മുത്തുനബി പറഞ്ഞതെന്നറിയുമോ? ഇദാ ജലസ അഹദുക്കും അലൽ ഖലാ, ആ ടോയ്ലറ്റിലേക്ക് പോയിരിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ, ആ സ്ഥലത്തേക്ക് നിങ്ങൾ അങ്ങ് കേറാൻ ഉദ്ദേശിച്ചാൽ, അയ്യഖൂല ബിസ്മില്ലാഹ്, ബിസ്മില്ലാ പറയാതെ ടോയ്ലറ്റിലേക്ക് നിങ്ങൾ കടക്കരുത്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകണം. സുബ്ഹാനല്ലാഹ്. പിന്നെ വളരെ നന്നായി ചിന്തിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട്. മനുഷ്യന്റെ ഗുഹ്യസ്ഥാനങ്ങൾ വലത് കൈ കൊണ്ട് തൊടരുത്, ഇടത് കൈ കൊണ്ടേ തൊടാകൂ. അതിനു വേണ്ടിയാണ് ആ കൈ അല്ലാഹു വെച്ചിട്ടുള്ളത്. നന്നായി മൂത്രമൊഴിച്ചാൽ ഒന്ന് ശബ്ദമനക്കിയേക്കണം, ഒന്ന് തൊണ്ടയനക്കണം. എന്നിട്ട് മൂത്രങ്ങൾ മുഴുവൻ പോയെന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ എന്റെ ഫാൻസ് എടുക്കുന്ന ചെറുപ്പക്കാരോട് വളരെ നന്നായിട്ട് പറയട്ടെ, ഇറങ്ങിയ ഡ്രോയർ ധരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാനിതൊക്കെ പറയുന്നത് നമ്മളൊന്ന് പഠിക്കാനാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വലിയൊരു വിഷയമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് നടന്നിങ്ങനെ പോകുമ്പോ ഒരു ശ്മശാനത്തിലെത്തിയപ്പോ റസൂലുള്ള ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞില്ലേ, ഈ രണ്ട് കബറാളികൾ വലിയ ശിക്ഷയിലാണ്, ഈ രണ്ട് കബറാളികളും വലിയ ശിക്ഷയിലാണ്, അല്ലാഹുവിന്റെ അദാബിലാണ്. സഹാബത്ത് സുബ്ഹാനല്ലാഹ്, എന്താണ് റസൂലുള്ളാഹി പറയുന്നു? അവര് ജനങ്ങൾ പരിഗണിക്കാത്ത ഒരു തെറ്റ് ചെയ്തിട്ടാണ് അവരെ അല്ലാഹ് ശിക്ഷിക്കുന്നത്. ഖബറിൽ നിന്ന് അദാബ് ഉയരുന്നില്ല. എന്താണ്? ജനങ്ങളെ ദൃഷ്ടിയിൽ ചെറിയ തെറ്റാണെങ്കിലും ഫഇന്നഹുമാ കബീർ, അത് വലിയ തെറ്റാണ്. എന്താണ്? അമ്മാഹദുഹുമാ ഫയംശി ബിന്നമീമ, ഒരാൾ ഏഷണി പറഞ്ഞ് നടക്കുന്ന ആളാണ്. മറ്റൊരാളെ പറ്റി അവിടുന്ന് കേട്ടത് ഇവിടെ
പറയോ, ഇവിടുന്ന് കേട്ടത് അവിടെ പറയോ. ഞാൻ ഈ നാള് എന്നോടൊരാൾ പറഞ്ഞു, വലിയ വിഷമമായി പോയി ഉസ്താദേ, ഞാൻ എന്റെ കൂട്ടുകാരനായ ഒരു നാട്ടുകാരനുണ്ട്, ആ നാട്ടുകാരൻ എന്റെ അരികിൽ വന്നിട്ട് പള്ളിയിലെ ഉസ്താദിനോട് എന്ത് പറഞ്ഞു, അടുത്ത പ്രസിഡന്റിനെ കുറിച്ച് കുറെ കുറ്റം പറഞ്ഞു. അപ്പൊ ഇയാൾ എന്താണ്, ശരിയാണ് ഇയാൾ അങ്ങോട്ട് പറഞ്ഞു. ഉസ്താദ് സമ്മതിച്ചു കൊടുത്തു. സംഭവം ഉസ്താദ് ചെയ്തത് തെറ്റാണെങ്കിലും നാട്ടിലെ ഒരു പ്രവർത്തകൻ ഇങ്ങോട്ട് പറഞ്ഞതാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോ എന്തോ ഒരു വിഷയത്തിൽ ഈ പ്രവർത്തകന് ഉസ്താദ് അങ്ങ് തെറ്റി. നേരെ സെക്രട്ടറിന്റെ അടുത്ത് പോയിട്ട് മറ്റേ ചങ്ങായി പറഞ്ഞു കൊടുക്കാട്, നിങ്ങളെ പറ്റി ഉസ്താദ് ഇന്നാള് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഓ ഏഷണി പറയരുത് കേട്ടോ. അതാ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസാ, അതാ ഏഷണി പറയുന്നവർക്കാണ് വൈലെന്ന നരകം, പറഞ്ഞു പോകരുത്. സൂറല്ല പറയുന്ന ഈ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ആള് ഏഷണി പറയുന്നവനാണ്. മറ്റേത് ആരാട്, അദ്ദേഹം മൂത്രമൊഴിച്ചാൽ മൂത്രം മുഴുവൻ പോകാതെ എണീറ്റ് പോകുന്ന ആളാണ്. ലാ യസ്തബ്രിഉ മിൻ ബൗലിഹി, മൂത്രമൊഴിച്ചാൽ അയാൾ മുഴുവൻ മൂത്രം പോകാൻ കാത്തു നിൽക്കൂല. പറ്റൂല ചെറുപ്പക്കാരാ, നമ്മൾ നരകത്തിലായി പോകും മക്കളെ. മുഴുവൻ മൂത്രവും പോയിട്ടല്ലാതെ, അതുപോലെ ഫിറ്റുള്ള ഡ്രോയർ ധരിക്കുന്ന ചെറുപ്പക്കാര്, മുഴുവൻ മൂത്രങ്ങളും പോയിട്ടല്ലാതെ നിങ്ങൾ എണീറ്റ് പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മട്ടല് കൊണ്ടുവരൂ, ഈത്തപ്പന മട്ടല്. അതിനെ ഫശഖഹു, രണ്ട് കീറാക്കി, എന്നിട്ട് രണ്ടാളെ തലയിലും കുത്തിവെച്ചു കൊടുത്തു. എന്നിട്ട് അപ്പ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, മാ ഹാദാ യാ റസൂലല്ലാഹ്, രണ്ട് മട്ടലിന്റെ കഷ്ണം പച്ചമട്ടല് കുത്തിവെച്ചാൽ എന്ത് കാര്യമാണ്? നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ പഠിച്ചു വെച്ചോളൂ. ഉപ്പാക്ക് വേണ്ടി ദിക്ർ ചൊല്ലിയാൽ, ഉമ്മാക്ക് വേണ്ടി ദിക്ർ ചൊല്ലിയാൽ, ഉപ്പാന്റെ ഖബറും പുറത്ത് പോയിട്ട് ദുആ ചെയ്താൽ, ഉപ്പാന്റെ ഖബറും പുറത്ത് പോയിട്ട് യാസീൻ ഓതിയാൽ അതിന്റെ ഫലം ഖബറാളിക്ക് കിട്ടും കേട്ടോ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവം അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്നല്ല വഹാബികളുടെ ബിദ്അത്തിന്റെ ആളുകളുടെ നേതാവായ ഇബ്നു തൈമിയ തന്റെ ഫതാവയിൽ വരെ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർക്ക് വേണ്ടി ദിക്ർ ചൊല്ലി ഹദിയ ചെയ്താൽ, മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ, ഒരു മരക്കഷണം റസൂലുള്ളാഹി പറയുന്നു, അത് ഉണങ്ങുന്നത് വരെ ദിക്ർ ചൊല്ലിയാൽ ആ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഖബറാളിയുടെ ശിക്ഷകൾ ദൂരീകരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത്രയും വലിയ മഹത്വം കിട്ടും. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ മൂത്രം വേണ്ടതുപോലെ പോകാതെ ആകരുത്. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരൽ കഴിഞ്ഞില്ല, ഇറങ്ങി വരുമ്പോൾ ഇടത് കാല് മുന്തിച്ച് വെക്കണം, അതാ വലത് കാല് മുന്തിച്ച് വെക്കണം. അതിലേക്ക് പ്രവേശിക്കുമ്പോ ഇടത് കാല് മുന്തിച്ച് വെക്കണം, പുറപ്പെടുമ്പോ വലത് കാല് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ ലദാ വഅഫാനി. ഒരു ഹദീസിൽ ഗുഫ്റാനക എന്നില്ല, മറ്റൊരു ഹദീസിൽ ഗുഫ്റാനകയുണ്ട്, എന്നില്ല. ഏതായാലും രണ്ട് ഹദീസും കൂടെ നമ്മുടെ മഹാന്മാർ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ ലദാ വഅഫാനി. എന്താണ് അതിന്റെ അർത്ഥം? പടച്ചോനേ, ഇതൊന്നും മനസ്സറിഞ്ഞ് ചെല്ലിയാൽ, ഇതൊന്നും മനസ്സറിഞ്ഞ് ചെല്ലിയാൽ അല്ലാഹ് നമ്മളെ ദോഷം പൊറുക്കും. കാരണം എന്താണ്? റബ്ബേ, എത്ര ആളുകളാണ് മൂത്രമൊഴിക്കാൻ കഴിയാതെ തലയിൽ കൈവച്ച് കരയുന്നവരെത്രയാണ്. ഇപ്പം ഞാൻ എന്നോടൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ പെട്ടെന്ന് രാത്രി വയറുവേദന വന്നു, ടോയ്ലറ്റിൽ പോയിരുന്ന് നോക്കുമ്പോൾ മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല, ഞാൻ ഹോസ്പിറ്റലിലാണ്, മൂത്രത്തിൽ പൈപ്പ് ഇട്ടിരിക്കുകയാണ്, ദുആ ചെയ്യണം, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇത്തരം ആളുകൾക്കൊക്കെ അല്ലാഹ് ശിഫ നൽകുമാറാകട്ടെ. മൂത്രം ബന്ദ് ചെയ്തു പോയാൽ എന്ത് ചെയ്യും? മൂത്രം അടഞ്ഞു പോയാൽ എന്ത് ചെയ്യും? നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ നന്ദി ചെയ്യുന്നില്ല. ഇന്ന് വൈകുന്നേരം കുടിച്ച വെള്ളം നാളെ രാവിലെ മൂത്രമൊഴിക്കാൻ റബ്ബ് കഴിവ് തന്നില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിയില്ലേ?
അതുകൊണ്ട് നമ്മുടെ ദിനചര്യയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ സമയത്തും ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബനി അല്ലദാ വഅഫാനി എന്ന് പറയണം. ഇനി പറയട്ടെ, നമ്മൾ വുദൂ ചെയ്യുകയാണ് സുബ്ഹി നിസ്കാരത്തിന്. ഇവിടെ കുറെ മസല പറയാനുണ്ട്, സമയമില്ല. ബാത്റൂമിൽ ചിലരുണ്ട്, അവിടെ മൂത്രയിക്കും, ഇതിനെ തൊട്ടിപ്പുറത്തുനിന്ന് വുദൂ എടുക്കും, പൈപ്പ് പോയിട്ട് ഷൂന്ന് പറഞ്ഞങ്ങ് തുറക്കും, എന്നിട്ട് ആ പൈപ്പ് ഒന്നായിട്ട് നിലത്തിങ്ങനെ വീഴും. മൂത്രമൊഴിച്ചപ്പോ അവിടെ തെറിച്ചിട്ടുണ്ട്, ആ നജസ്മേത്ത് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ തെറിക്കും. ഓ സഹോദരന്മാരെ, ശരിക്ക് ടോയ്ലറ്റിൽ നിന്ന് വുദൂ എടുക്കല് കറാഹത്താണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നജസ് പുരളുമെന്ന് കണ്ടുന്നത് കൊണ്ട് അങ്ങനെ പറ്റൂല. അപ്പൊ നമ്മൾ എങ്ങനെ വുദൂ എടുക്കണം? വുദൂ എടുക്കേണ്ടത് ചിലപ്പോൾ ഒരു വാഷിംഗ് ബേസ് ഉണ്ടെങ്കിൽ അതിൽ പോയി വുദൂ എടുക്കാം. ഇനി നമ്മള് വീടുണ്ടാക്കുന്ന സമയത്ത് തന്നെ വുദൂന്റെ വെള്ളം പോകുന്നത് ടോയ്ലറ്റിന്റെ ആ ടാങ്കിലേക്കാകും. ചില വീട്ടിൽ അത് പറ്റൂല. വുദൂവിന്റെ വെള്ളത്തിന് ചെറിയ ബഹുമാനമുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വുദൂവിന്റെ വെള്ളത്തിന് ഒരു ബഹുമാനമുണ്ട്. ആ വെള്ളത്തിന് നമ്മൾ ടോയ്ലറ്റിന്റെ വെള്ളത്തിലേക്ക് കൊടുക്കരുത്. അതേപോലെ നമ്മൾ എന്താണ് വുദൂ എടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു സ്ഥലം കരുതണോ? ഇനി അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് കുറച്ച് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ട് അവിടെ വുദൂ എടുക്കാനുള്ള സൗകര്യം ചെയ്യണോ? അല്ലെങ്കിൽ ആ നജസ് മുഴുവൻ നമ്മളെ ശരീരത്തിലേക്ക് തെറിക്കും. ഇനി അല്ല, അങ്ങനെ ഒരു ചില വീടുകളിലൊക്കെ ചെന്നാൽ നമ്മൾ കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ വേണ്ടത് ഒരു അവിടെ വാഷിംഗ് ബേസ് ഉണ്ടാകും, അതിൽ കാട്ടി വുദൂ എടുക്കണം. എന്നിട്ട് തെറിക്കാത്ത രൂപത്തിൽ കാലിൽ വെള്ളമൊഴിക്കണം, നല്ലവണ്ണം സൂക്ഷിക്കണം. വൃത്തി വല്ലാത്തൊരു വിഷയമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നജസ് വല്ലാത്തൊരു വിഷയമാണ്. നജസിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഞാൻ എന്റെ മോമിനീങ്ങളോട് പറയട്ടെ, നജസ് നന്നായി ശ്രദ്ധിക്കണം, നജസിനെ സൂക്ഷിക്കണം, നജസ് ശ്രദ്ധിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിൽ നജസ് വരരുത്, അതേപോലെ നമ്മുടെ ശരീരത്തിൽ നജസ് ഉണ്ടാകരുത്. അങ്ങനെ നമ്മള് ശരീരം ശുദ്ധിയാക്കി വുദൂ എടുക്കണം. വുദൂ എടുക്കുമ്പോൾ അതിന്റെ സുന്നത്തുകൾ നന്നായി പാലിക്കണം. നിങ്ങൾ കണ്ടോ, നമ്മൾ ആരെങ്കിലും ഇന്ന് മഗ്രിബിന് വുദൂ എടുത്തില്ലേ? നമ്മളെ കയ്യിന്റെ വിരലിന്റെ ഇടയിൽ ചിക്കകറ്റല് സുന്നത്താണ്. ഈ സുന്നത്ത് നമ്മൾ പകർത്താറുണ്ടോ ജീവിതത്തിൽ? എങ്കിൽ അതൊരു നഷ്ടമാണ്, അതൊരു വല്ലാത്ത നഷ്ടമാണ്. ഇതൊരു വലിയ സുന്നത്താണ്. എനിക്ക് കാണാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്, അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്, ഞാനൊരു ദിവസം സ്വപ്നത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് സയ്യിദ് തറവാട്ടിലെ അമരക്കാരൻ സൈനുൽ ആബിദീൻ തങ്ങൾ എണ്ണൂർ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പരിസരത്ത് നിൽക്കുന്ന എല്ലാവരും സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് നല്ല നജസിൽ നിന്ന് ശുദ്ധിയുണ്ടാകും. വുദൂ എടുക്കുമ്പോ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് വുദൂ എടുക്കണം. സുബ്ഹാനല്ലാഹ്, വേണ്ടതുപോലെ ഒരാൾ വൃത്തിയോടെ ശുദ്ധിയോടെ വുദൂ എടുത്തു, അയാൾ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിച്ചു. എന്നാൽ അല്ലാഹുവിന്റെ അരികിൽ വലിയ മഹത്വമാണ്, വലിയ സ്ഥാനമാണ് എന്നല്ല. വേണ്ടതുപോലെ എടുത്തു, അതിന്റെ ശേഷം ഒരാൾ കയ്യുയർത്തി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് പറയുന്ന ദിക്ർ ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹ്
അവനിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലേത് കവാടത്തിലൂടെ വേണമെങ്കിലും കടക്കാൻ അനുവാദം കൊടുക്കുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മുത്തനബി തങ്ങൾ പറയുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്, മൻ ഖാല ഹീന യഫറഉ മിൻ വുദൂഇഹി യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ ഒരാൾ വുദൂ എടുത്തതിന്റെ ശേഷം 3 വട്ടം ചൊല്ലിയാൽ ഫുതിഹത്ത് ലഹു സമാനിയത്തു അബ്വാബിൽ ജന്നാ, സ്വർഗ്ഗത്തിന്റെ 7 കവാടങ്ങളും അവന് തുറക്കപ്പെടുകയാണ്. എന്നിട്ട് യദ്ഖുലു മൻ അവൻ ഇഷ്ടമുള്ളതിലൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു അനുവാദം കൊടുക്കുമെന്നാണ്. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ല വൃത്തിയോടെ വുദൂ ചെയ്യണം. എന്നിട്ടോ ഇനി നമ്മൾ ഒരു പക്ഷേ സുബഹി നിസ്കരിക്കുകയാണ്, സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുകയാണ്. സുന്നത്ത് നിസ്കരിക്കൽ വീട്ടിൽ നിന്നാണ് നല്ലത്. പുരുഷന്മാരെ, ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ പോകൽ പുരുഷന് വലിയ പുണ്യമുള്ളതാണ്. ഞാനിപ്പത് വിശദീകരിക്കുന്നില്ല. സുബഹിന്റെ ജമാഅത്തിന് പള്ളിയിലെത്താൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. അധ്വാനിച്ചാൽ മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആരെങ്കിലും സുബഹി നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നെങ്കിൽ അവന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകൂല. അവന്റെ ജീവിതത്തിൽ വിഷമങ്ങൾ വരൂല എന്നല്ല നിങ്ങൾക്ക് കേൾക്കണോ. രാവിലെ നമ്മൾ വുദൂ എടുത്ത് 2 റക്അത്ത് സുന്നത്ത് വുദൂഇന്റെ ശേഷമുള്ള സുന്നത്താണെങ്കിലോ നമ്മളെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ, ആ വീട്ടുകാരെയും നിസ്കരിപ്പിച്ചാൽ ആ വീട്ടിൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങൂല. ആ വീട്ടിൽ അല്ലാഹുവിന്റെ വിഷമങ്ങൾ ഇറങ്ങൂല. ആ വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാകൂല. കാരണം സുന്നത്ത് നിസ്കാരത്തിന് അത്രയും വലിയ ബഹുമാനമുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു സുന്നത്ത് നിസ്കാരത്തിന്റെ ബഹുമാനം നമുക്കറിയില്ല ജനങ്ങളെ. അറിയാത്തതിന്റെ പേരിലാണ്, അതിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് ഷാമിൽ നിന്നാണ് കഅബയുടെ കില്ല നിർമ്മിക്കാറുള്ളത്. ഷാമിൽ നിന്ന് കഅബയുടെ കില്ല നിർമ്മിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ കില്ലയുടെ വിഷയങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു പടയാളിയെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് അയച്ചു. അദ്ദേഹം പോകുന്ന വഴിയിൽ അതാ അതിന്റെ ഇടയിലുള്ള ഒരു രാജ്യത്ത് ഇറങ്ങി. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ആ രാജ്യത്ത് ഇറങ്ങിയപ്പോ നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ നമ്മൾ ചോദിക്കണം, ഇവിടെ സാലിഹീങ്ങളായ മനുഷ്യന്മാര് വല്ലവരുമുണ്ടോ? ഇവിടെ ഔലിയാക്കളുടെ ഖബറുകളുണ്ടോ? അല്ലെങ്കിൽ മഹാന്മാരുണ്ടോ എന്നന്വേഷിച്ച് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കൽ വലിയ പുണ്യമുള്ള വിഷയമാണ്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പടയാളി അവിടെ എത്തിയപ്പോ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ജൂത പുരോഹിതന്മാരുണ്ടോ, വലിയ ആളുകൾ? അപ്പോൾ ഒരാള് പറഞ്ഞു കൊടുത്തു, ഇവിടെ ഒരു ജൂത പുരോഹിതൻ. അയാൾ നല്ല പണ്ഡിതനാണ്, നല്ല സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളാണ്. അയാള് അദ്ദേഹത്തിന്റെ മതം നന്നായി പരിഗണിക്കുന്ന ആളാണ്. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അങ്ങ് ചെന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പടയാളി വരുന്നത് കാണുന്നുണ്ട്. അരയിൽ വലിയ വാളുണ്ട്, അതുപോലെ ശരീരത്തിൽ പടയങ്കിയുണ്ട്.
ഒരു മിലിറ്ററി സെറ്റപ്പോട് കൂടെയാണല്ലോ അന്നത്തെ കാലത്ത് സഞ്ചരിക്കാറുള്ളത്. അദ്ദേഹത്തിനെ കണ്ടപ്പോ ഈ ജൂതപുരോഹിതൻ ചെന്ന് വാതിലങ്ങടച്ചു കളഞ്ഞു. വാതിലങ്ങടച്ചു കളഞ്ഞു. മുട്ടിയിട്ട് തുറക്കുന്നില്ല. ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഒരാളാണ്, തുറക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളെ കാണാൻ വന്നതാണ്, തുറക്കൂ എന്ന് പറഞ്ഞ് തുറക്കുന്നില്ല. എത്ര മുട്ടിയിട്ടും തുറക്കുന്നില്ല. കുറെ സമയം കഴിഞ്ഞപ്പോ അദ്ദേഹം തുറന്നു, വാതില് തുറന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പടയാളിയെ സ്വീകരിച്ച് വീട്ടിലിരുത്തി വിഷയങ്ങളൊക്കെ അന്വേഷിച്ച് എന്തിനാണ് നിങ്ങൾ വന്നത് എന്നൊക്കെ ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ഒന്നുമല്ല നിങ്ങളെ കാണാനാണെന്നൊക്കെ പറഞ്ഞതിന്റെ ശേഷം ഈ ജൂത പുരോഹിതനോട് ഈ പടയാളി ചോദിച്ചു, അല്ല പുരോഹിതാ, നിങ്ങൾ എന്തിനാണ് എന്നെ കണ്ടപ്പോൾ നിങ്ങൾ വാതിലടച്ചു കളഞ്ഞത്? ഞാൻ നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഒരു പ്രതിനിധിയാണ്, നിങ്ങളെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വാതിൽ തുറന്നില്ലല്ലോ, അതിന്റെ കാരണം എന്താണ്? അദ്ദേഹം മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങളൊരു പടയാളിയല്ലേ, നിങ്ങൾ എന്തിനാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത് എനിക്കറിയില്ല. എന്റെ മക്കളെ ആക്രമിക്കാനാണോ, എന്നെ അറസ്റ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു വല്ല കാര്യത്തിനാണോ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ഞങ്ങളെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചൊരു വിഷയമുണ്ട്. എന്താണ്? ഒരു അക്രമി നമ്മളെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ ആ അക്രമിയെ കണ്ടാൽ നിങ്ങൾ വാതിലടച്ചു കളയണം. ഉടനെ നിങ്ങൾ ഒതുവെടുത്ത് നിങ്ങളും നിങ്ങളെ വീട്ടുകാരും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചാൽ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്താൽ, സുന്നത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന വീട്ടില് അതാ അക്രമികൾക്ക് പ്രവേശനമുണ്ടാകൂല. അക്രമികളുടെ അക്രമത്തിനെ തൊട്ട് അല്ലാഹുവിന്റെ കാവലുണ്ടാകുമെന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കണം, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അത് വലിയ മഹത്വമുള്ള വിഷയമാണ്, വലിയ സ്ഥാനമുള്ള വിഷയമാണ്. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ആർക്കെങ്കിലും അല്ലാഹുവിനെ കാണാൻ ആശയുണ്ടോ എങ്കിൽ ഫല്യഅമൽ അമലൻ സാലിഹാ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളണം. പോരാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിനോടൊരു വസ്തുവിനെയും പങ്കു ചേർക്കാതെ തഖ്വയോടെ ജീവിച്ചു കൊള്ളണം. റബ്ബേ, ഞങ്ങളുടെ ജീവിതങ്ങളും ചര്യകളും ആ രൂപത്തിലാക്കാൻ നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. സയ്യിദവറുകൾ ദുആ ചെയ്യാൻ വന്നിട്ടുണ്ട്. നീ തങ്ങൾ പാപ്പമാരുടെ ബർക്കത്ത് കൊണ്ട്, സയ്യിദന്മാരെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണം റഹ്മാനേ. റജബ് മാസമാണല്ലോ അല്ലാ, വലിയ ബർക്കത്തുള്ള മാസമാണല്ലോ അല്ലാ. നീ റജബ് മാസത്തിൽ ഇബാദത്ത് ചെയ്തവർക്ക് സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനം കൊടുത്തത് ഞങ്ങൾ മഹാന്മാരുടെ ചരിത്രങ്ങളിൽ വായിക്കാറുണ്ട്. ഞങ്ങൾക്കും അവരെ മർത്തബയിലേക്കൊന്നെത്തണമല്ലാ. റബ്ബാകുന്ന നിന്നോട് യാചിക്കാനല്ലാതെ ഞങ്ങൾക്കറിയില്ല അല്ലാ. നീ ഞങ്ങളെ ഖൽബൊന്ന് നന്നാക്കി തരണേ അല്ലാ. നീ സാലിഹീങ്ങളെ കൽബാക്കി ഞങ്ങളെ കൽബൊന്ന് മാറ്റി തരണേ അല്ലാ. മഹ്ശറയിലെത്തുമ്പോ ഒന്നുമില്ലാത്ത
പാവങ്ങളായി ഞങ്ങളെ നീ തരം താഴ്ത്തല്ലേ അല്ലാ. ഈമാന് നൽകി തഖ്വ നൽകി അവസാനം ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ മശായിഖന്മാർ അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ മുത്തുനബിയുടെ ചാരത്തിന് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ മശായിഖന്മാർ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ശൈഖുൽ മുഹഖിഖ് കൂട്ടൂർ ഉസ്താദ്, സുലൈമാൻ ഉസ്താദ് തുടങ്ങിയുള്ള ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉപ്പാപ്പ പേരോൾ ഉസ്താദ്, അതുപോലെ പൊന്മള ഉസ്താദ് തുടങ്ങിയുള്ള വലിയ വലിയ സാലിഹീങ്ങൾ അവരെ കൂടെയൊക്കെ ദീനിന് ഖിദ്മത്ത് ചെയ്ത് റബ്ബേ സ്വർഗ്ഗത്തിലെത്തണം നീ അവസരം തരണേ അല്ലാ. ഞങ്ങളെ മനസ്സിൽ ഒരുപാട് നല്ല ലക്ഷ്യങ്ങളുണ്ട്. ദുനിയാവിന് വേണ്ടിയല്ല അല്ലാ, ആഖിറത്തിൽ ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തേച്ച് മരിച്ചവരിൽ പെടാനാണ്. നീ അതിന്റെ അസ്ബാബുകൾ ഒന്ന് തുറന്നു തരണേ അല്ലാ. ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ മക്കൾ, ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഈ എല്ലാവരെയും നീ ആഖിറത്തിൽ സലാമത്താക്കി തരണേ അല്ലാ. ദുനിയാവിൽ ഇസ്സത്തിലാക്കി തരണേ അല്ലാ. മാരകമായ രോഗങ്ങളുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. ഹജ്ജ് ഉംറക്ക് നീ ഒരുപാട് അവസരം തരണേ അല്ലാ. ഹബീബിന്റെ ചാരത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ എല്ലാം ഞങ്ങളെ ദർസുകളിൽ, സ്ഥാപനങ്ങളിലൊക്കെ നീ ബർക്കത്ത് ചെയ്ത് നീ റാഹത്ത് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. دعاء وصية نرتضنو وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.